ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിലെ 99% ആൾക്കാരും ഇന്ന് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു മായിക ലോകത്താണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഏത് പ്ലാറ്റ്ഫോം തുറന്നു നോക്കിയാലും, അതായത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഏതായാലും എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ള ഒരു സംഗതിയാണ് ശ്രീ അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനെ പറ്റി. ഈ പുസ്തകം ഞാൻ വായിച്ച അതേ ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് 12 വയസ്സുള്ള എൻ്റെ മകളും 74 വയസ്സുള്ള എൻ്റെ അച്ഛനും വായിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരുടെ മനസ്സും കീഴടക്കാൻ മാത്രം എന്താണ് ഈ പുസ്തകത്തിലുള്ളത്? അതുമാത്രമല്ല, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംശയം, ഇതിൻ്റെ എഴുത്തുകാരനായ അഖിൽ പി ധർമ്മജന്റെ കഥ തന്നെയാണോ ഇത് എന്നുള്ളതാണ്. അതിനുള്ള കാരണങ്ങൾ പിന്നീട് ഞാൻ പറയുന്നതാണ്. എന്തായാലും പ്രണയവും വിരഹവും സൗഹൃദവും സസ്പെൻസും എല്ലാം കൂട്ടിയിണക്കിയ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിലൂടെ നമുക്കുമൊന്ന് സഞ്ചരിക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ ബിജി. 2018 ജനുവരി 23 ആലപ്പുഴക്കാരനായ റാം ചെന്നൈ മഹാനഗരത്തിലെത്തുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞെങ്കിലും റാമിന് മറ്റ് 2 ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സിനിമാ പഠനവും പിന്നെ സ്വന്തമായ ഒരു പുസ്തകം എഴുത്തും. തമിഴ്നാടും അവിടുത്തെ ആൾക്കാരും റാമിന് എന്നും ഒരു കൗതുകമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ആദ്യമായി എഴുതുന്ന പുസ്തകത്തിന്റെ പശ്ചാത്തലം തമിഴ്നാടായിരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ ഫിലിം അക്കാദമിയിൽ ഡിപ്ലോമ ഇൻ ഫിലിം മേക്കിംഗിൽ ഒരു അഡ്മിഷൻ ശരിയാക്കി റാം ചെന്നൈയിലേക്ക് എത്തുന്നത്. റാമിന്റെ കൂട്ടുകാരനായ മനീഷിന്റെ ഏട്ടൻ ബിനീഷ് ചെന്നൈയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ കഴിഞ്ഞ 9 വർഷമായി ജോലി ചെയ്തു വരികയാണ്. ചെന്നൈയിലെ അയ്യപ്പൻ താങ്കൽ എന്ന സ്ഥലത്തുള്ള ബിനീഷിന്റെ ഫ്ളാറ്റിലേക്കാണ് റാം താമസിക്കാനെത്തുന്നത്. അവിടെ റാമിന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ കിരൺ എന്നൊരു പയ്യനുമുണ്ട്. കൊല്ലംകാരനായ അവൻ ബികോമിന് പഠിക്കുകയാണ് ചെന്നൈയിൽ. അവന്റെ അച്ഛനും അമ്മയും ഒമാനിൽ ജോലി ചെയ്യുകയാണ്. നുങ്കമ്പാക്കത്താണ് റാമിന്റെ കോളേജ്. റാം ഉൾപ്പെടെ 14 ആണുങ്ങളും ഒരൊറ്റ പെണ്ണുമാണ് ആ ബാച്ചിലുള്ളത്. കൂട്ടത്തിലുള്ള വെട്രിയുമായി റാം വേഗത്തിൽ തന്നെ കമ്പനിയായി. ഈ വെട്രിയുടെ സഹോദരിയാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരേ ഒരു സ്ത്രീരത്നമായ രേഷ്മ. വെട്രിയുടെയും രേഷ്മയുടെയും അച്ഛനൊന്നും അമ്മ 2ഉമാണ്. വെട്രി മധുരക്കാരനാണ്. മധുരയിലുള്ള വെട്രിയുടെ അമ്മയെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് നുങ്കമ്പാക്കത്തുള്ള രേഷ്മയുടെ അമ്മയെ അവരുടെ അച്ഛൻ വിവാഹം കഴിക്കുന്നത്. വീട്ടിൽ നിന്നും സ്വന്തം സ്കൂട്ടിയിലാണ് രേഷ്മ കോളേജിലേക്ക് പോകുന്നത്. വെട്രി കൊലഞ്ചി എമ്മാൾ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയാണ്. അവനും അവന്റെ സ്വന്തം ബൈക്കിൽ തന്നെയാണ് കോളേജിലേക്ക് പോകുന്നത്. പാർട്ടിയുടെ 2 നില വീട്ടിലെ മുകളിലത്തെ ഒരു റൂമിലാണ് വെട്രി പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത്. സ്വന്തം നാടായ തഞ്ചാവൂരിൽ നിന്നും താത്തയ്ക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ താത്തയും പാർട്ടിയും കൂടി ചെന്നൈയിലേക്ക് എത്തുകയായിരുന്നു. 4 വർഷം മുമ്പ് താത്ത മരിച്ചു. ഇവർക്ക് മക്കളില്ല. താത്ത മരിച്ചതിനു ശേഷം പാർട്ടിയുടെ ബന്ധുക്കൾ അവരെ സ്വന്തം നാടായ തഞ്ചാവൂരിലേക്ക് തിരിച്ചു ചെല്ലാൻ പറഞ്ഞെങ്കിലും താത്ത ജീവിച്ചു മരിച്ച ഇതേ വീട്ടിൽ കിടന്നായിരിക്കണം തന്റെയും മരണമെന്ന് പാർട്ടി ആഗ്രഹിച്ചു. താത്തയുടെ ഒരു പഴയ പത്മിനി കാറ് ആ കാർ ഷെഡിൽ കിടക്കുന്നുണ്ട്. താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ ബോഡി ഈ പത്മിനി കാറിൽ വേണം ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാനെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് വളരെ ശക്തമായൊരു ശബ്ദമുണ്ട്. അത് മറ്റൊന്നുമല്ല, തന്റെ മരണശേഷം തന്റെ ബോഡിയാണ് പത്മിനി കാറിന്റെ ഉള്ളിൽ കയറ്റേണ്ടത്. അതിനു മുമ്പ് താനോ മറ്റാരെങ്കിലുമോ ആ പത്മിനി കാർ ഓടിക്കാൻ പാടില്ല. സർവീസിനൊക്കെ കൊടുത്ത് സുരക്ഷിതമായി കാർ ഷെഡിൽ പത്മിനി കാർ സൂക്ഷിക്കുന്നുണ്ട് പാർട്ടി. പാർട്ടിയുടെ വീട്ടിലെ മറ്റൊരു പേയിങ് ഗസ്റ്റാണ് ആനന്ദി. ഈ കഥ വായിച്ചു തീരുന്നത് വരെ, അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ദുരൂഹതകൾ നിറയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ആനന്ദി. വാണിയമ്പാടിയാണ് ആനന്ദിയുടെ വീട്. ഒരു ബ്രോക്കർ മുഖേനയാണ് ആനന്ദി പാർട്ടിയുടെ വീട്ടിലെത്തിയത്. ചെന്നൈയിലെത്തി ആദ്യത്തെ ആഴ്ച തന്നെ അവൾ റാം പഠിക്കുന്ന കോളേജിലെ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി തരപ്പെടുത്തിയെടുത്തു. അധ്വാനിച്ച് ജീവിക്കുന്നവളാണ് ആനന്ദി. കോളേജിലെ ജോലി കൂടാണ്ട് ബർത്ത്ഡേ പരിപാടികളിൽ കാറ്ററിംഗ് ചെയ്യുക, അലങ്കാര പണികൾ ചെയ്യുക തുടങ്ങിയ ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ആനന്ദി ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, പാർട്ടിയുടെ വീട്ടിൽ ടാങ്ക് വൃത്തിയാക്കാനും കോലം വരയ്ക്കാനും 2 പേർ വരുമായിരുന്നു. അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ആ പണികൾ കൂടി ഇപ്പോൾ ആനന്ദിയാണ് ചെയ്യുന്നത്. പാർട്ടി അതിനുള്ള കൂലിയും ആനന്ദിക്ക് കൊടുക്കുന്നുണ്ട്. പാർട്ടിയുടെ വീട്ടിൽ ആദ്യം പേയിങ് ഗസ്റ്റായിട്ട് വന്നത് ആനന്ദിയാണ്.
ആനന്ദി അവിടെ എത്തിയപ്പോൾ അടുത്ത റൂം ഒഴിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു. അപ്പോൾ തന്നെ അവൾ ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ടാക്കുകയും റൂം വാടകയ്ക്കെന്ന് പറഞ്ഞൊരു പരസ്യവും കൊടുത്തു. ആ പരസ്യം കണ്ടിട്ടാണ് വെട്രി പാട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇതിന്റെ പേരിൽ പാട്ടിയുടെ അടുത്ത് നിന്നും ആനന്ദി കമ്മീഷനും മേടിക്കുന്നുണ്ട്. ഇങ്ങനെ നേരായ മാർഗത്തിൽ കൂടി എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആനന്ദി പണം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പല വഴിക്കും അവൾ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും ആർഭാടകരമായ ഒരു ജീവിതമൊന്നും അല്ല 23-കാരിയായ ആനന്ദിക്കുള്ളത്. റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിപ്പൂട്ടിയ ഒരു പഴയ കീപാഡ് ഫോണും സാധാരണ ഡ്രസ്സുകളും പഴയ ഒരു ലൂണ സ്കൂട്ടറുമാണ് അവൾക്കുള്ളത്. ആനന്ദിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പാട്ടിയും കൂട്ടിയിട്ട് അവൾ പാർക്കിലേക്കും ബീച്ചിലേക്കും ഒക്കെ പോകാറുണ്ട്. നമ്മുടെ പാട്ടി അടുത്തുള്ള ബേക്കറികളിലൊക്കെ മധുരപലഹാരം ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഈ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനും ആനന്ദി സമയം കിട്ടുമ്പോഴൊക്കെ പാട്ടിയെ സഹായിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആനന്ദി തന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അധികമൊന്നും ആരോടും പറയാൻ തയ്യാറാകുന്നില്ല. പാട്ടിയുടെ വീട്ടിലേക്ക് വെട്രി പേയിങ് ഗസ്റ്റ് ആയിട്ട് എത്തുമ്പോൾ തന്നെ ആനന്ദിക്ക് കോളേജ് റിസപ്ഷനിൽ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെട്രിക്കും രേഷ്മയ്ക്കും ഒരു അഡ്മിഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ആനന്ദിയോട് ഇവർ ചോദിച്ചു. ആനന്ദി മുഖത്ത് നോക്കി നോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെട്രിക്കും രേഷ്മയ്ക്കും ആനന്ദിയോട് ദേഷ്യമാണ്. പിന്നീട് അവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും വെട്രിക്കും രേഷ്മയ്ക്കും ആനന്ദിയോടുള്ള ദേഷ്യം മാറിയില്ല. അപ്പോൾ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെയായി റാം, ആനന്ദി, പാട്ടി, രേഷ്മ, വെട്രി. ഇവരെ കൂടാതെ ഒരാൾ കൂടിയുണ്ട്. അതാണ് മല്ലി. റാം താമസിക്കുന്ന അയ്യപ്പൻ താങ്കലിൽ നിന്നും നുങ്കമ്പാക്കത്തുള്ള കോളേജിലെത്താൻ 15 കിലോമീറ്റർ ദൂരമുണ്ട്. ലോക്കൽ ട്രെയിനിലും പിന്നെ ബസ്സിലും സഞ്ചരിച്ചിട്ട് വേണം കോളേജിലെത്താൻ. ആദ്യത്തെ ദിവസം ബിനീഷ് റാമിനെ കൊണ്ടാക്കി. രണ്ടാമത്തെ ദിവസം രാവിലെ ലോക്കൽ ട്രെയിനിൽ തിക്കിത്തിരക്കി യാത്ര ചെയ്യുമ്പോഴാണ് താൻ അറുവാണിയാണെന്നും തനിക്ക് പൈസ വേണമെന്നും പറഞ്ഞ് മല്ലി റാമിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഈ അറുവാണി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ നാട്ടിൽ തെറി പറയാൻ ഉപയോഗിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ തന്നെ റാമിന് മല്ലിയോടൊരു അറപ്പ് തോന്നി. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 10 രൂപ എടുത്ത് അവൻ മല്ലിക്ക് കൊടുത്തു. മല്ലി പോയതിനു ശേഷമാണ് ഒരാൾ വന്ന് റാമിനോട് പറയുന്നത് തമിഴിൽ അറുവാണി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആണെന്ന്. പിറ്റേ ദിവസം രാവിലെയും റാം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മല്ലി റാമിനെ തേടിയെത്തി. താനൊരു സ്റ്റുഡന്റ് ആണെന്നും തന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് റാം പറയുന്നുണ്ടെങ്കിലും തനിക്ക് പൈസ കിട്ടിയാലേ താൻ പോവുള്ളൂ എന്നും പറഞ്ഞ് മല്ലി റാമിന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. ആ സമയം റാം ഒച്ചപ്പാടുണ്ടാക്കിയതിനെ തുടർന്ന് പോലീസുകാരെത്തുകയും മല്ലിയെ പിടിച്ചു വലിക്കുകയും ചെയ്തു. മല്ലിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവള് റാമിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപയും ഒപ്പം റാമിന്റെ പോക്കറ്റും കൂടി വലിച്ചു കീറിയിട്ടാണ് പോകുന്നത്. അടുത്ത സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസുകാർ മല്ലിയെ കൊണ്ട് പുറത്തിറങ്ങി. പോകുന്ന വഴിക്ക് അവർ മല്ലിയെ ലാത്തി കൊണ്ട് തല്ലുന്നുണ്ടായിരുന്നു. റാമിന് തന്നോട് തന്നെ എന്തോ പോലെ തോന്നി. ഒരു ഹിജട വന്ന് ഉപദ്രവിക്കുക, കയ്യിലുള്ള പൈസ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുക, ഷർട്ടിന്റെ പോക്കറ്റ് കീറുക, ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും 10-15 മിനിറ്റ് ലേറ്റായി വരുന്ന സ്റ്റുഡൻസിനെ ഒന്നും ക്ലാസ്സിൽ കയറ്റണ്ട എന്ന് പ്രിൻസിപ്പളിന്റെ ഓർഡർ ഉണ്ട്. ആനന്ദി ആ ഓർഡർ പാലിച്ചു. ക്ലാസ്സിലേക്ക് കയറാൻ പറ്റില്ല എന്ന് ആനന്ദി പറഞ്ഞപ്പോൾ ക്ലാസ് നിന്റെ തന്തയുടെ ഒന്നും വകയല്ലല്ലോ എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച റാം മുകളിലേക്ക് കയറി പോവുകയാണ്. തന്തയ്ക്ക് വിളിച്ചതുകൊണ്ട് തന്നെ ആനന്ദി റിസപ്ഷനിൽ നിന്ന് ഇറങ്ങി വരികയും സ്റ്റെപ്പിന്റെ അവിടെ റാമിന് വട്ടം ചുറ്റി നിന്ന് ക്ലാസ്സിലേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും ചെയ്തു. ഈ സമയം മല്ലിയോടുള്ള ദേഷ്യം ഇങ്ങനെ മനസ്സിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് റാമിന്. അവൻ ആനന്ദിയെ പിടിച്ചൊരു ഉന്ത് വെച്ചു കൊടുത്തു. ആനന്ദി നിലത്ത് വീഴുകയും ചെയ്തു. എന്നിട്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി അവൻ. അവിടെ ശിവ സാറാണ് ക്ലാസ് എടുത്തോണ്ട് നിന്നത്. സാറിനെ മാറ്റി നിർത്തിയിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ റാം സാറിനോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ റാമിന് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിക്കുകയും ആനന്ദിയെ ഉന്തിയിട്ടതിന് ക്ലാസ് റൂമിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആനന്ദിയോട് മാപ്പ് പറയണമെന്ന് സാർ പറയുകയും ചെയ്യുകയാണ്. അതനുസരിച്ച് റാം ആനന്ദിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ക്ലാസ് റൂമിൽ വെച്ച് ആനന്ദിയോട് അപമര്യാദയായി പെരുമാറിയതിന് മാപ്പ് പറയുന്നു എന്നും പറയാണ്. കോളേജ് തെരുവിന്റെ അങ്ങേയറ്റത്ത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ആരംഭിച്ച ഒരു സംരംഭമുണ്ട്, അമ്മ ഉണവകം. അവിടെ എല്ലാ ഭക്ഷണ സാധനങ്ങളും ചീപ്പ് റേറ്റിന് ലഭിക്കും. അവിടെ നിന്നാണ് നമ്മുടെ ടീം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് നടന്നു വരുന്ന രേഷ്മയുടെയും വെട്രിയുടെയും റാമിന്റെ അടുത്തേക്ക് ആനന്ദി എത്തുകയും റാമിനോട് തന്നോടൊപ്പം ഒന്ന് നടക്കാൻ വരുമെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴേ വെട്രി റാമിനോട് പറഞ്ഞു, എടാ പോവരുത്, എന്തെങ്കിലും പണി തരാനായിരിക്കുമെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് റാം ആനന്ദിയുടെ കൂടെ പോയി. ആളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആനന്ദി അവിടെ നിന്നു. എന്നിട്ട് റാമിനോട് പറയുകയാണ്, മാപ്പു പറയിച്ചതിന് കാരണം താനല്ലെന്നും പ്രിൻസിപ്പൽ നേരിട്ട് CCTVയിൽ കണ്ടതുകൊണ്ടാണ് മാപ്പ് പറയേണ്ടി വന്നതെന്നും. എന്നിട്ട് റാമിന്റെ മുഖമടച്ചൊരടി കൊടുത്തിട്ട് അവള് പറയുകയാണ്, എന്നെ തള്ളിയിട്ടതിന് ഞാൻ തന്നെ നിനക്ക് തരുന്ന ഒരു ഉപഹാരമാണിതെന്ന്. എന്താ പറയേണ്ടതെന്നറിയാണ്ട് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് റാം ആ തെരുവിൽ തന്നെ നിന്നു. ഈ സംഭവം കൂടി ആയപ്പോൾ അവർക്ക് മൂന്നാൾക്കും ആനന്ദിയോടുള്ള ദേഷ്യം കൂടി.
അവസരം കിട്ടുകയാണെങ്കിൽ അവൾക്കൊരു പണി കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ഒരു ശനിയാഴ്ച ഇവർ മൂന്നാളും പാട്ടിയുടെ വീട്ടിൽ ഒത്തുകൂടിയ സമയത്ത് രേഷ്മയുടെ കയ്യിൽ ഒരു കുപ്പിയിൽ സെന്തട്ടി ചെടി ഉണക്കിയ പൊടി ഉണ്ടായിരുന്നു. ഈ പൊടി മേത്ത് തട്ടുകയാണെങ്കിൽ മേലൊക്കെ ചൊറിഞ്ഞ് തടിക്കും. രേഷ്മ എന്താ ചെയ്തതെന്നറിയോ? ആനന്ദിയുടെ ഒരു ടവല് പാട്ടിയുടെ വീട്ടിന്റെ മുറ്റത്ത് അയലിൽ ഉണക്കാനിട്ടിരുന്നു. ഈ ടവല് കൊണ്ടാണ് ആനന്ദി കുളിക്കുന്നത്. രേഷ്മ ഈ പൊടി എടുത്തിട്ട് കുറച്ച് ആനന്ദിയുടെ ടവലിൽ തേച്ച് വെക്കുകയാണ്. ആനന്ദി പുറത്തുപോയി വന്ന സമയത്ത് ഈ ടവലും എടുത്തിട്ട് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി. ആനന്ദിക്ക് പണി കൊടുത്തല്ലോ എന്നുള്ള സന്തോഷത്തില് നമ്മുടെ ടീം വെട്രിയുടെ റൂമിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടിയും അതിൽ ജോയിൻ ചെയ്തു. പാട്ടി പക്ഷെ ഇവർ പണി കൊടുത്ത കാര്യമൊന്നും അറിയില്ല. പക്ഷെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ ഫ്രീക്കത്തിയായ പാട്ടിയും അവരുടെ കൂടെ ചേർന്നതാണ്. ഈ സമയമാണ് കുളി കഴിഞ്ഞ് വരുന്ന ആനന്ദിയെ കണ്ടത്. ആകെ ചൊറിഞ്ഞ് തടിച്ച് മേലൊക്കെ വീർത്തിരിക്കുന്ന ആനന്ദിയെ കണ്ടപ്പോൾ പാട്ടി ആകെ അത്ഭുതപ്പെട്ടു. പക്ഷെ മറ്റൊരു 3 പേരും പരസ്പരം ചിരിച്ചു. അവൾ ആരാണ് ഇത് ചെയ്തത് എന്ന് എല്ലാവരോടും കൂടി ചോദിക്കുകയാണ്. വെട്രിയാണെങ്കിൽ അപ്പോൾ രേഷ്മേനെ ചൂണ്ടിക്കാണിച്ചു. എടി മഹാഭാവി എന്നും പറഞ്ഞിട്ട് ആനന്ദി എന്താ ചെയ്തറിയോ? ആ ടവൽ കൊണ്ടുവന്ന് രേഷ്മയുടെ മുഖത്തൊക്കെ തേച്ചു. ഞാൻ മാത്രമല്ല, അവന്മാരും കൂടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഈ സെന്തട്ടിപ്പൊടിയുടെ കുപ്പി എടുത്തിട്ട് രേഷ്മ ആനന്ദിക്ക് കൊടുക്കുകയാണ്. ഇവന്മാരാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുന്ന സമയം രേഷ്മ പുറകെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, കുപ്പി തുറക്കടി, പൊടി അവന്മാരുടെ മേത്തേക്കിട് എന്നൊക്കെ. രേഷ്മ വലിയ ഒച്ചത്തിനാണ് വിളിച്ചു പോകുന്നത്. രേഷ്മയുടെ ഒച്ച കാരണം പാട്ടിയുടെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ആര്യവേപ്പിൽ ഒരു വലിയ തേനീച്ച കൂടുണ്ട്. ഈ തേനീച്ചകളൊക്കെ ഇളകുകയും ഇവരെ കുത്താൻ വേണ്ടി ഓടിക്കുകയും ചെയ്തു. റാമു വേഗം പുറത്തുള്ള ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. ബാക്കി എല്ലാവർക്കും കുത്ത് കിട്ടി. ഈ സമയം വെട്രി ആനന്ദിയും കൂടി ഒച്ചയിടുകയാണ് രാമനോട് വാതിൽ തുറക്കാൻ. അവൻ വാതിൽ തുറന്നു. ഈ സമയത്ത് വെട്രിയുടെയും ആനന്ദിയുടെയും കൂടെ കുറെ തേനീച്ചകളും കൂടി ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറി. തേനീച്ചകളുടെ കുത്ത് സഹിക്കാൻ വയ്യാതെ പാട്ടിയും വെട്രിയും രേഷ്മയും ആനന്ദിയും റാമും എല്ലാവരും കൂടി തെരുവിലേക്ക് ഓടി. ഈ തെരുവിലേക്ക് ഇവർ ഓടുമ്പോൾ ഇവരുടെ പുറകെ തേനീച്ചയും പോകുന്നുണ്ട്. നാട്ടിലുള്ളവർക്കും വീട്ടിലുണ്ടായിരുന്നവർക്കും എല്ലാവർക്കും തേനീച്ചയുടെ കുത്തുകൊണ്ട് ആശുപത്രിയിലായി. ഈ സംഭവങ്ങളൊക്കെ അഖിൽ പി ധർമ്മജൻ വളരെ മനോഹരമായിട്ടാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. തേനീച്ചകൾ വരെ തെരുവിലൂടെ ഓടിക്കുന്നതൊക്കെ ഒരു സിനിമയിൽ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും റാം കെയർ ഓഫ് ആനന്ദി ഒരു സിനിമയാവുകയാണെങ്കിൽ വെട്രിയെ നമുക്കൊരു കോമഡി ആർട്ടിസ്റ്റ് ആക്കാം. കാരണം അവൻ പറയുന്ന കാര്യങ്ങൾ അത്രയും നമ്മളെ ചിരിപ്പിക്കും. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും റാമിന്റെ മുഖമൊക്കെ തടിച്ചു വീർത്തിരുന്നു. റാം നടന്ന കാര്യങ്ങളൊക്കെ കിരണിനോടും ബിനീഷേട്ടനോടും പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച. അതിന്റെ പിറ്റേന്ന് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും റാമിന്റെ മുഖത്തെ നീരൊക്കെ കുറഞ്ഞു. അവൻ കോളേജിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ സമൂസ വിൽക്കുന്ന അമ്മച്ചിയുടെ അടുത്ത് മല്ലിയും അവളെപ്പോലുള്ള 12 സ്ത്രീകളും നിൽപ്പുണ്ടായിരുന്നു. റാമിനെ കണ്ടതും മല്ലി ഒരു ടിന്നുമായിട്ട് വന്നിട്ട് ഇത് താൻ തുപ്പുന്ന ടിന്നാണെന്നും അവനോട് പിടിക്കാനും പറയുകയാണ്. അവനത് കേട്ടില്ല. അവള് നിർബന്ധിപ്പിച്ചിട്ട് ആ ടിന്ന് അവനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ആ ടിന്നും വാങ്ങിയിട്ട് ട്രെയിനിലേക്ക് കയറി. മല്ലിയും റാമിന്റെ ഒപ്പം കയറി. കോളേജ് വരെ മല്ലി റാമിനെ പിന്തുടർന്നു. റാം കോളേജിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മല്ലി തിരിച്ചുപോയി. കോളേജിലെത്തിയപ്പോൾ റിസപ്ഷനിൽ മുഖമൊക്കെ വീർത്ത് തടിച്ചിരിക്കുന്ന ആനന്ദിയെ കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ ഒരു സന്തോഷം തോന്നി. അവന്റെ കയ്യിലുള്ള ടിന്ന് അവിടുത്തെ വേസ്റ്റ് ബിന്നിലിട്ടിട്ട് ക്ലാസ്സിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആനന്ദി റാം രാവിലെ വേസ്റ്റ് ബിന്നിലിട്ട ആ ടിന്ന് അവർക്ക് കൊടുക്കുകയാണ്. ക്ലീൻ ചെയ്യാൻ വന്ന ചേച്ചി ടിൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ പൈസ കണ്ടതുകൊണ്ട് ആനന്ദിയെ ആ ടിന്നെ ഏൽപ്പിക്കുകയായിരുന്നു. രേഷ്മ ആ ടിൻ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ലെറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. നിന്നെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. നിന്റെ കയ്യിൽ നിന്നും എടുത്ത 100 രൂപയും കൂടെ കീറിയ ഷർട്ടിന് പകരം പുതിയത് വാങ്ങാനുള്ള പണവും വയ്ക്കുന്നു. ഇങ്ങനെയാണ് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ശിവ സാറിന്റെ ക്ലാസ്സിൽ സാർ അവർക്ക് ഫസ്റ്റ് ടാസ്ക് കൊടുക്കുകയാണ്. ഒരു പ്രൊപ്പോസൽ സീൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി സാർ അവർക്ക് ഒരു ദിവസത്തെ സമയവും കൊടുത്തു. അന്ന് വൈകുന്നേരം ഫ്ളാറ്റിൽ തിരിച്ചെത്തിയ റാം മല്ലിയെ പറ്റിയിട്ട് ബിനീഷിനോടും കിരണിനോടും പറഞ്ഞു. പിറ്റേ ദിവസം കോളേജിലേക്ക് പോകുമ്പോൾ സമൂസ വിൽക്കുന്ന അമ്മച്ചിയുടെ അടുത്ത് അവൻ മല്ലിയെ കണ്ടില്ല. അവൻ എന്നും ട്രെയിൻ കാത്തിരിക്കാറുള്ള ആ ബെഞ്ചിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാർക്ക് എടുത്തിട്ട് റാം എന്ന പേര് എഴുതി വെച്ചു. ക്ലാസ്സിലെ ഏക പെൺതരിയാണല്ലോ രേഷ്മ. അന്നേ ദിവസം അവൾക്ക് ഭയങ്കര ജാടയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് ക്ലാസ്സിലുള്ള ചെക്കന്മാരൊക്കെ അവളുടെ പുറകെ നടക്കുകയാണ്. തങ്ങളുടെ വീഡിയോയിൽ അഭിനയിക്കോ എന്നും പറഞ്ഞു. പ്രൊപ്പോസൽ സീനാണല്ലോ. ഇത് കണ്ടപ്പോൾ വെട്രിക്ക് കലിപ്പടിച്ചു. അവർ റാമിനെയും കൂട്ടിയിട്ട് അവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഭരതനാട്യ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ചിങ്കാവി എന്നും സൗമ്യ എന്നും പറയുന്ന 2 പെൺപിള്ളാരെ പരിചയപ്പെടുകയും തങ്ങളുടെ വീഡിയോയിൽ അഭിനയിക്കാമെന്ന് ചോദിക്കുകയും ചെയ്തു.
രാം എടുത്ത വീഡിയോയിൽ വെട്രിയും സൗമ്യയുമാണ് അഭിനയിച്ചത്. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്നും ഗിണ്ടി സ്റ്റേഷനിൽ എത്തുമ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. അവിടെ റാം പേരെഴുതിയ ബെഞ്ചിൽ മല്ലിയും കൂട്ടുകാരികളും വർത്താനം പറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. റാം അവരുടെ അടുത്തേക്ക് പോയിട്ട് മല്ലിയെ വിളിച്ചു പരിചയപ്പെട്ടു. തന്റെ അതേ പ്രായമാണ് മല്ലിക്കു എന്ന് അവന് മനസ്സിലായി. 23 വയസ്സ്. തന്റെ കയ്യിലുണ്ടായിരുന്ന മല്ലി കൊടുത്ത കാശ് അവൻ തിരിച്ചു മല്ലിക്ക് കൊടുക്കുകയാണ്. പക്ഷെ മല്ലി അത് വാങ്ങിയില്ല. അവൾ കീറിയ ഷർട്ടിന് പകരം പുതിയൊരെണ്ണം വാങ്ങാനാണ് ആ പൈസ റാമിന് കൊടുത്തതെന്നാണ് അവൾ പറഞ്ഞത്. എന്നാൽ തന്റെ ഒപ്പം കടയിലേക്ക് വന്ന് ഒരു ഷർട്ട് വാങ്ങിത്തരാൻ റാം മല്ലിയോട് ആവശ്യപ്പെടുകയാണ്. റാമിനെ പോലെ ജെന്റിൽമാനായ ഒരാളുടെ കൂടെ കടയിലേക്കൊക്കെ തന്നെ പോലൊരു സ്ത്രീ വരുന്നത് നാണക്കേടല്ലേ എന്ന ഒരു വിചാരത്തോടെ അവൾ റാമിനെ നോക്കുകയാണ്. റാമിന് കാര്യം മനസ്സിലായി. പക്ഷെ അതൊന്നും കാര്യമാക്കാണ്ട് റാം മല്ലിയും കൊണ്ട് കടയിൽ പോവുകയും ഒരു ഷർട്ട് വാങ്ങുകയും ചെയ്തു. എന്നിട്ട് തന്റെ കൂട്ടുകാരിക്കാണെന്നും പറഞ്ഞ് റാം ഒരു സാരി മല്ലിയെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. ശേഷം റാമും മല്ലിയും കൂടി ഒരു ജ്യൂസ് കടയിൽ കയറുകയും 2 ലസ്സി ഓർഡർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് താൻ ഇന്ന് കോളേജിൽ ചെയ്ത ഒരു വർക്കാണെന്നും പറഞ്ഞ് അവൻ ചെയ്ത വീഡിയോ മല്ലിക്ക് കാണിച്ചു കൊടുത്തു. വീഡിയോയിൽ ദിവസവും വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയെ എന്നും പിന്തുടരുന്ന പയ്യനായി വെട്രി അഭിനയിച്ചിരിക്കുന്നു. സ്റ്റേഷന്റെ മേൽപ്പാലം ഇറങ്ങി വരുമ്പോൾ പടികളിൽ ഇരിക്കുന്ന 4ഓളം ഭിക്ഷക്കാർക്ക് ഓരോ പൊതി ഭക്ഷണം കൊടുത്ത ശേഷമാണ് ആ പെൺകുട്ടി ദിവസവും ഇറങ്ങി വരാറുള്ളത്. ഒരു നാൾ പിന്തുടരുന്ന അവനോട് അവൾ ആ സത്യം വെളിപ്പെടുത്തി. താൻ ഒരു അറുവാണിയാണെന്നും ട്രെയിനിൽ ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്നതാണ് തന്റെ തൊഴിലെന്നും അവൾ അവനോട് പറഞ്ഞു. പിറ്റേന്ന് നായകന് അല്പം പോലും മനമാറ്റമുണ്ടാകാതെ ദിവസവും അവളെയും കാത്തു നിൽക്കുന്ന അതേ ഇടത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവൾ ഞെട്ടുന്നു. താൻ സ്നേഹിച്ചത് നിന്റെ മനസ്സിനെയാണെന്നും അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ സ്വീകരിക്കാൻ താൻ ഒരുക്കമാണെന്നും നായകൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയും അവന്റെ ഇഷ്ടത്തിന് സമ്മതം മൂളുകയും ചെയ്യുന്നു. ആ വീഡിയോ കണ്ടതും മല്ലിയുടെയും കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തനിക്ക് പ്രചോദനമായത് മല്ലിയാണെന്നും പറഞ്ഞ് അവൻ വാങ്ങിയ സാരി മല്ലിക്ക് കൊടുക്കുകയാണ്, തന്റെ കൂട്ടുകാരിക്ക്. റാം ചെയ്ത വീഡിയോയിലുള്ളതുപോലെ ഒരാൾ തന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് മല്ലി അവളുടെ കഥ പറയാൻ തുടങ്ങി. കാളിദാസ് എന്നായിരുന്നു മല്ലിയുടെ പേര്. സേലമാണ് സ്വദേശം. അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്ന ഒരു കുടുംബം അവനും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കാളിദാസ് സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടു. സ്ത്രൈണ സ്വഭാവമായതുകൊണ്ട് തന്നെ അച്ഛനും അനിയനും കാളിദാസിനെ കൊണ്ട് നാണക്കേടായിരുന്നു. എന്നാലും കാളിദാസ് പഠിച്ചു. +2 നല്ല മാർക്കോടുകൂടി തന്നെ അവൻ പാസ്സായി. കുടിയനായ അച്ഛൻ തന്റെ കൂട്ടുകാരന് വേണ്ടി അമ്മയെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ അച്ഛനെ ഒഴിവാക്കി മക്കളെയും കൊണ്ട് വേറൊരു നാട്ടിലേക്ക് പോയി. ആ സമയം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ കാളിദാസ് രാത്രികാലങ്ങളിൽ ഉത്സവത്തിന് പെൺവേഷം കെട്ടി ആടാൻ പോയി. പിന്നീട് അച്ഛൻ കുടിയൊക്കെ നിർത്തി നല്ലവനായി തിരിച്ചു വരികയും അമ്മയെയും മക്കളെയും സേലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സേലം എന്ന് പറയുന്ന നാട് തന്നെ കാളിദാസിന് തീരെ ഇഷ്ടമില്ലായിരുന്നു. നാണക്കേടു കാരണം കാളിദാസിന്റെ അച്ഛനും അനിയനും അവനെ വീട്ടിൽ തന്നെ ഇരിക്കാൻ നിർബന്ധിപ്പിച്ചു. എന്നാൽ അതൊന്നും കണക്കാക്കാണ്ട് അവൻ രാത്രികാലങ്ങളിൽ വേഷം കെട്ടിയാടി പൈസ സമ്പാദിച്ച് സ്വന്തം ചെലവിൽ ബിരുദത്തിന് ചേർന്നു. അത്രയും കാലം കാളിദാസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന അമ്മ അനിയന് നാണക്കേടാണ്, അതുകൊണ്ട് കാളിദാസിനോട് ഇനി വീട്ടിന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയുന്നതോടെ അവൻ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാകുന്നു. ആ സമയത്താണ് ഒരു താടിക്കാരൻ കമ്പനി ട്രെയിനിങ്ങിന്റെ ഭാഗമായി 1 മാസത്തേക്ക് താമസിക്കാൻ വേണ്ടി കാളിദാസിന്റെ വീട്ടിനടുത്തേക്ക് എത്തുന്നത്. ആ താടിക്കാരൻ കാളിദാസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് അതൊരു പ്രണയമായി മാറി. താടിക്കാരൻ നാട്ടിൽ നിന്നും പോകുന്ന സമയത്ത് കാളിദാസിനോട് ചെന്നൈയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാട്ടിലും വീട്ടിലും ഒറ്റപ്പെട്ടു പോയ അവന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവൻ താടിക്കാരന്റെ ഒപ്പം ചെന്നൈയിലേക്ക് വന്നു. അവിടെ ഒരു ഭാര്യയെ പോലെ തന്നെയാണ് ആ താടിക്കാരൻ കാളിദാസിനെ പരിചരിച്ചത്. കിടപ്പറയിൽ തനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും താടിക്കാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാളിദാസൻ പലതും ചെയ്തു കൊടുത്തു. ചെന്നൈയിലെത്തി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താടിക്കാരന്റെ 2 സുഹൃത്തുക്കൾ താടിക്കാരൻ ഇല്ലാത്ത സമയത്ത് വീട്ടിലെത്തുകയും കാളിദാസിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെ കാളിദാസ് റൂമിന്റെ ഉള്ളിൽ കയറി വാതിലടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രി ജോലിയിൽ പ്രൊമോഷൻ ആണെന്നും പറഞ്ഞ് താടിക്കാരൻ വീട്ടിലൊരു പാർട്ടി നടത്തുകയാണ്. ആ പാർട്ടിയിൽ വെച്ച് താടിക്കാരനും അയാളുടെ 6ഓളം വരുന്ന സുഹൃത്തുക്കളും ചേർന്ന് കാളിദാസിനെ മൃഗീയമായി തന്നെ പീഡിപ്പിച്ചു. ബോധം വരുമ്പോൾ കത്തിപ്പാറ പാലത്തിന് താഴെയുള്ള ഒരു തെരുവിലായിരുന്നു കാളിദാസ് ഉണ്ടായിരുന്നത്. 12ഓളം വരുന്ന ഹിജടകളാണ് കാളിദാസിനെ അന്ന് ശുശ്രൂഷിച്ചതും പരിപാലിച്ചതും. അവരാണ് കാളിദാസിൽ നിന്നും മല്ലിയിലേക്ക് ഒരു പേര് മാറ്റം കൊടുത്തത്. അങ്ങനെ കാളിദാസ് മല്ലിയായി മാറി.
കാളിദാസിൽ നിന്നും മല്ലിയിലേക്കുള്ള മാറ്റത്തിനിടയിൽ കാളിദാസ് അനുഭവിച്ച വേദനകൾ അഖിൽ പി ധർമ്മജൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് അറിയാണ്ട് തന്നെ നിറഞ്ഞു പോകും. അത്രയ്ക്കും ആഴത്തിലാണ് അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുള്ളത്. നമ്മുടെ കഥയിൽ ഹീറോ ആയ റാമും ഒരു താടിക്കാരൻ സുന്ദരനാണ്. അതുകൊണ്ട് തന്നെയാണ് താടിക്കാരനായ റാമിനെ കണ്ടപ്പോൾ തന്നെ സ്നേഹിച്ചു ചതിച്ച താടിക്കാരനെ മല്ലിക്ക് ഓർമ്മ വരികയും റാമിനെ മല്ലി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അന്നു രാത്രി കാളിദാസൻ മല്ലിയായ കഥ റാം കിരണിനോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡറുകൾക്ക് തമിഴിൽ തിരുനങ്കൈകൾ എന്നും മറ്റൊരു പേരുണ്ടെന്നും ഇനി അവരെ താൻ ആ പേരിലെ വിളിക്കുള്ളൂ എന്നും റാം കിരണിനോട് പറയുകയാണ്. പിറ്റേ ദിവസം കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റാം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ താൻ തലേ ദിവസം വാങ്ങിക്കൊടുത്ത സാരിയെ കൊടുത്ത് മല്ലി അതിസുന്ദരിയായി നിൽപ്പുണ്ടായിരുന്നു. റാം കയറിയ അതേ ട്രെയിനിൽ അവളും കയറി. അന്ന് പക്ഷേ അവൾ എല്ലാവരോടും പൈസ ചോദിക്കാനൊന്നും നിന്നില്ല. എല്ലാവരും ചെയ്ത വർക്ക് അന്ന് കോളേജിൽ പ്രദർശിപ്പിച്ചു. റാം ചെയ്ത വീഡിയോ കണ്ടിട്ട് ആനന്ദി അടക്കം എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് നടക്കുമ്പോൾ ആനന്ദി റാമിന്റെ അടുത്തേക്ക് എത്തുകയും അവനൊരു കൺഗ്രാറ്റുലേഷൻ പറയുകയും ചെയ്തു. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാളിദാസനാണോ പ്രചോദനമെന്ന് അവൾ അവനോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം റാമും മല്ലിയും കൂടി തെരുവിൽ കൂടി നടക്കുന്നത് കണ്ടിരുന്നു എന്നും മല്ലിയുടെ ശരിക്കുള്ള പേര് കാളിദാസ് ആണെന്ന് തനിക്ക് അറിയാമെന്നും ആനന്ദി റാമിനോട് പറയുകയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഭരതനാട്യ കോഴ്സിലെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് മല്ലി കോളേജിലേക്ക് എത്തുകയാണ്. അന്ന് അവൾ അവിടെ ഹാജരാക്കിയത് കാളിദാസിന്റെ +2 സർട്ടിഫിക്കറ്റ് ആയിരുന്നു. സർട്ടിഫിക്കറ്റിലുള്ളത് ഒരാണും മുമ്പിൽ നിൽക്കുന്ന വ്യക്തി പെണ്ണുമായതുകൊണ്ട് തന്നെ സാർ അവൾക്ക് അഡ്മിഷൻ കൊടുത്തില്ല. അതിൽ പ്രതിഷേധിച്ച് സാറിന്റെ കാറിന്റെ മുമ്പിൽ അവൾ ഒരു നൃത്തം ചെയ്തു. ആ നൃത്തം കണ്ടിട്ട് സാറ് പോലും അന്തം വിട്ടുപോയി. പക്ഷേ ഒരാണിന് അഡ്മിഷൻ കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അന്ന് മല്ലിക്ക് അഡ്മിഷൻ കൊടുത്തില്ല. അങ്ങനെയാണ് കാളിദാസനാണ് മല്ലി എന്നുള്ള കാര്യം ആനന്ദി അറിയുന്നത്. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന റാമിന്റെ അടുത്തേക്ക് ആനന്ദി തന്റെ ലൂണ സ്കൂട്ടറിൽ വന്നു. താൻ അയ്യപ്പൻ തങ്കലിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ പിടിച്ചിട്ടുണ്ടെന്നും റാമിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നുമാണ് അവൾ പറയുന്നത്. പോകുന്ന വഴിക്ക് ആനന്ദിക്ക് ഒരു കോൾ വന്നു. ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ആയിട്ട് ആനന്ദിക്ക് കാറ്ററിംഗ് ചെയ്യാൻ കുറച്ച് പയ്യന്മാരുണ്ട്. ഇവര് അന്നത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവർക്ക് കൂലി കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. കൂലി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ആനന്ദിക്ക് അതിൽ ലാഭമൊന്നും കിട്ടില്ല. റാമിന് അവളെ കണ്ടപ്പോൾ പാവം തോന്നി. ഈ പ്രശ്നം താൻ പരിഹരിച്ചോളാന്നും പറഞ്ഞിട്ട് റാം കിരണിനെയും ബിനീഷേട്ടനെയും വിളിക്കുകയും അവർ 4 പേരും കൂടി ആ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉഷാറാക്കുകയും ചെയ്തു. പാർട്ടി കഴിഞ്ഞതും ആനന്ദി എല്ലാവർക്കും 1000 രൂപ വീതം കൊടുത്തു. ബിനീഷ് കാശ് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആനന്ദി നിർബന്ധിച്ചതുകൊണ്ട് ആ പൈസ മേടിച്ചു. പിന്നീട് ബിനീഷ് ക്ഷണിച്ചതിനെ തുടർന്ന് ആനന്ദി അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. ബിനീഷ് അവിടെ വെച്ച് ആനന്ദിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആനന്ദിയുടെ അച്ഛനെ പറ്റി അന്വേഷിച്ചു. അതിന് അവൾ പറഞ്ഞ മറുപടി, എന്തിനാ ചേട്ടാ അച്ഛനെയും അമ്മേനെയൊക്കെ പറ്റി അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ പറ്റി അറിഞ്ഞാൽ പോരെ, ഞാനല്ലേ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ ബിനീഷ് അടക്കം റാമിനും കിരണിനും ഒക്കെ വല്ലായ്മ തോന്നുകയും പിന്നീട് എന്തെങ്കിലും ആവട്ടെ, അവളായി അവളുടെ ജീവിതമായി എന്നുള്ള രീതിയിൽ അവരത് കാര്യമാക്കാതെ വിടുകയും ചെയ്തു. പിന്നെ കുറെ നേരം സംസാരിച്ച് നല്ല സന്തോഷത്തോടെ തന്നെയാണ് അവർ പിരിഞ്ഞെങ്കിലും ആനന്ദിയെ പറ്റി റാമിനും ബിനീഷിനും കിരണിനും ഒരു സംശയം ഉണ്ടാവുകയാണ്. പിറ്റേ ദിവസം കോളേജിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് വെട്രിയുടെ ഫോണിലേക്ക് പാട്ടി വീട്ടിൽ ബോധം കെട്ട് വീണു എന്നും അവരെ രാമചന്ദ്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നും പറഞ്ഞൊരു കോൾ വരുന്നത്. BP കൂടിയതുകൊണ്ടാണ് ബോധക്കേട് വന്നത് എന്നാണ് ഹോസ്പിറ്റലിലെത്തിയ അവർക്ക് അറിയാൻ കഴിഞ്ഞത്. മയങ്ങിക്കിടക്കുന്ന പാട്ടിയെ കണ്ടതും ആനന്ദിക്ക് വളരെ വിഷമമായി. മക്കളില്ലാത്ത പാട്ടി തങ്ങളെ മക്കളെ പോലെയാണ് കാണുന്നതെന്നും അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പാട്ടിയോടൊപ്പം ചെലവഴിക്കണമെന്നും ആനന്ദി റാമിനോടും രേഷ്മയോടും വെട്രിയോടും ആവശ്യപ്പെടുകയാണ്. പാട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് ഒരു ടാക്സിയിലാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. രേഷ്മയും ആനന്ദിയും പാട്ടിയുടെ കൂടെ ടാക്സിയിൽ പോയി. ആനന്ദിയുടെ ലൂണ അന്ന് പാട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് റാമാണ്. റാമിന് അന്ന് ആ ലൂണയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അന്നു മുതൽ എല്ലാ ശനിയാഴ്ചയും അവർ പാട്ടിയുടെ വീട്ടിൽ ഒത്തുകൂടി. ആ 5 അംഗ സംഘം സമയം കിട്ടുമ്പോഴൊക്കെ ബീച്ചിലും പാർക്കിലും ഒക്കെ പോകാനും തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് പാട്ടിയുടെ നാടായ തഞ്ചാവൂരിൽ തിരുവിഴ വരുന്നതും എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നതും. ട്രെയിനിന്റെ സമയത്ത് ആനന്ദിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞില്ല. ട്രെയിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആനന്ദി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ റാം അവിടെ ചാടിയിറങ്ങുകയും പാട്ടിയും രേഷ്മയും വെട്രിയും ആ ട്രെയിനിൽ പോവുകയും ആനന്ദിയും റാമും അടുത്ത ട്രെയിനിലുമാണ് തഞ്ചാവൂരിലേക്ക് പോകുന്നത്. അതിൽ ആനന്ദിയുടെയും റാമിന്റെയും യാത്ര സാഹസികത നിറഞ്ഞ ഒന്നായിരുന്നു. ആ സാഹസികതയൊക്കെ ഒരു സിനിമയിൽ എന്ന പോലെ വളരെ മനോഹരമായിട്ടാണ് അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്.
ഇവർ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഇവർക്കൊരു ലോഡ്ജിൽ തങ്ങേണ്ടി വരുന്നു. ആ ലോഡ്ജിന്റെ വാഗപ്പൂക്കൾ നിറഞ്ഞ മനോഹരമായ തെരുവീതിയിലൂടെ റാമും ആനന്ദിയും നടക്കുന്നതും വാഗപ്പൂക്കൾ പരസ്പരം വാരി എറിയുന്നതുമൊക്കെ അഖിൽ വളരെ മനോഹരമായി തന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തിരുവിഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അഞ്ചംഗ സംഘം തഞ്ചാവൂരിൽ നിന്നും ചെന്നൈയിലെത്തിയെന്ന് രാത്രി പാട്ടിയുടെ വീട്ടിലാണ് എല്ലാവരും കിടന്നത്. റാമും വെട്രിയും മുകളിലത്തെ വെട്രിയുടെ റൂമിലാണ് കിടന്നതെങ്കിൽ രേഷ്മയും ആനന്ദിയും താഴെ പാട്ടിയുടെ ഒപ്പമാണ് ഉറങ്ങിയത്. അർദ്ധരാത്രിയിൽ രേഷ്മ ഉണർന്നപ്പോൾ കാണുന്നത് പുറത്തെ ഇരുട്ടിൽ ആനന്ദി ഗേറ്റിനരികിൽ ഒരാളുമായി സംസാരിച്ചു നിൽക്കുന്നതാണ്. അയാൾ ആനന്ദിക്ക് ഒരു പൊതി കൊടുക്കുന്നുണ്ട്, ആനന്ദി അയാൾക്കും ഒരു പൊതി കൊടുക്കുന്നുണ്ട്. അയാൾ ഗേറ്റിൽ നിന്ന് മാറിയ സമയത്ത് രേഷ്മ പുറത്തിറങ്ങുകയും ലൈറ്റ് ഇടുകയും ചെയ്തു. രേഷ്മയെ കണ്ടതും ആനന്ദി ഞെട്ടിയെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. രേഷ്മ അപ്പോൾ തന്നെ ആനന്ദിയോട് അത് ആരാണെന്നും എന്താണ് കയ്യിലെന്നും ചോദിച്ചു. അതിരാവിലെ ഒരു പരിപാടിക്ക് കൊടുക്കേണ്ട പൂമാലയാണ് ഇതെന്ന് ആനന്ദി രേഷ്മയോട് പറയുന്നുണ്ട്. ആ സമയം ആനന്ദിയെ വെറുതെ സംശയിച്ചതിൽ രേഷ്മയ്ക്ക് കുറ്റബോധം തോന്നുന്നു. എന്നാൽ അവർ വീട്ടിലേക്ക് കയറിപ്പോയ സമയം ആനന്ദിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ പുറത്തെ ഇരുട്ടിൽ അവരെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം തിരുവിഴയ്ക്ക് പോയ കാര്യങ്ങളെല്ലാം റാം മല്ലിയോട് പറയുകയാണ്. റാമിന്റെയും ആനന്ദിയുടെയും സാഹസിക നിറഞ്ഞ യാത്രയും അവർ ലോഡ്ജിൽ മുറിയെടുത്തതും വാഗപ്പൂക്കൾ നിറഞ്ഞ റോഡിൽ കൂടി നടന്നതും പരസ്പരം വാഗപ്പൂക്കൾ വാരിയെറിഞ്ഞതും എല്ലാം റാം മല്ലിയോട് പറഞ്ഞു. അന്ന് അവിടെ വെച്ച് മല്ലി ഒരു കാര്യം കണ്ടുപിടിച്ചു. റാമിന് ആനന്ദിയോട് പ്രണയമാണെന്ന്. ആനന്ദി ഒരു പ്രത്യേക ടൈപ്പാണെന്നും ഒരിക്കലും അവൾ പ്രണയിക്കില്ല എന്നും തനിക്കും ആനന്ദിയോട് പ്രണയമൊന്നും ഇല്ല എന്നും റാം അപ്പോൾ തന്നെ മല്ലിയോട് പറയുകയാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് സ്വന്തം നാടായ സേലത്തേക്ക് തിരിച്ചു പോവുകയാണെന്ന് മല്ലി റാമിനെ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷമായി താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് ഒരു ബുള്ളറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നും തന്റെ അനിയനായ കവിദാസിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ബുള്ളറ്റ് എന്നും അവൾ റാമിനോട് പറയുകയാണ്. ആ ബുള്ളറ്റും കൊണ്ട് താൻ ചെല്ലുന്നത് കണ്ടാൽ കവിദാസിന് തന്നോടുള്ള ഇഷ്ടക്കേടൊക്കെ മാറുമെന്നും കവിദാസ് തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ അച്ഛനും അമ്മയും തന്നെ സ്വീകരിക്കുമെന്നും മല്ലി റാമിനോട് പറഞ്ഞു. അവളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മല്ലിയോട് യാത്ര പറഞ്ഞ് റാം കോളേജിലെത്തി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റാം ആനന്ദിയെ പ്രത്യേകം ശ്രദ്ധിച്ചു. മല്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് വന്നു. താൻ ആനന്ദിയെ അറിയാതെ പ്രണയിക്കുന്നുണ്ടോ എന്നൊരു സംശയം റാമിന്റെ ഉള്ളിൽ അപ്പോഴുണ്ടായി. അപ്പോഴാണ് മണിരത്ന സാറിന്റെ പുതിയ സിനിമയിലേക്ക് നടികളെ ആവശ്യമുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഓഡീഷന്റെ കാര്യം വെട്രി അവിടെ പറയുന്നത്. വെട്രി രേഷ്മയുടെ പേര് ഓഡീഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഡീഷൻ ദിവസം പാട്ടിയുമായാണ് അവർ അവിടെ എത്തിയത്. രേഷ്മ നന്നായി തന്നെ പെർഫോം ചെയ്തു. അതിനുശേഷം അവർ ബസന്തനഗർ ബീച്ചിലേക്ക് പോയി. വെട്രിയും രേഷ്മയും പാട്ടിയും മത്സ്യകന്യയെ മണൽ കൊണ്ടുണ്ടാക്കുന്ന സമയം നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്ന ആനന്ദിയുടെ അടുത്ത് റാമിരുന്നു. അവൾക്ക് ലവർ ഉണ്ടോ എന്ന് അവൻ അവളോട് ചോദിച്ചു. ഇല്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ സന്തോഷം നിറഞ്ഞ അവന്റെ കണ്ണുകളിലുള്ള പ്രണയം അവൾക്കും മനസ്സിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആനന്ദി റാമിനോട് തനിക്ക് അയ്യപ്പൻ താങ്കലിൽ നിന്നും കാറ്ററിംഗിന്റെ കുറച്ച് കാശ് കിട്ടാനുണ്ടെന്നും അതൊന്ന് വാങ്ങിയിട്ട് വരാമോ എന്നും ചോദിക്കുകയാണ്. അതനുസരിച്ച് റാമ ആ കാശ് മേടിച്ച് കോളേജിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ മല്ലിയെ കാണുന്നില്ല. സമൂസ വിൽക്കുന്ന അമ്മച്ചിയോട് മല്ലിയെ പറ്റി അന്വേഷിച്ചപ്പോൾ തലേ ദിവസം രാത്രി SI ഫറൂഖ് അവളെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു എന്നും വളരെ മൃഗീയമായി തന്നെ ഉപദ്രവിച്ചതുകൊണ്ട് വയ്യാണ്ട് കിടക്കുകയുമാണ് എന്നാണ് അമ്മച്ചി പറഞ്ഞതിനനുസരിച്ച് റാമ കത്തിപ്പാറ പാലത്തിന്റെ താഴേക്ക് പോയി. അവിടെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്നത്. വേസ്റ്റ് ഒക്കെ പോകുന്ന ഓടയിന്റെ സൈഡില് സാരി മറച്ച് മുറികൾ ഉണ്ടാക്കിയാണ് അവരെ താമസിക്കുന്നത്. അതിലൊരു സാരി മുറിയിൽ മല്ലി കിടക്കുന്നുണ്ടായിരുന്നു. വളരെ കഷ്ടമായിരുന്നു അവളുടെ അവസ്ഥ. അവളുടെ അവസ്ഥ കണ്ടതും റാമിന് വലിയ വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും പക്ഷെ പരാതി കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണല്ലോ ഇവരെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് റാം അവളെ ആശ്വസിപ്പിക്കുകയും അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തു. മല്ലിയുടെ സുഖവിവരമൊക്കെ അന്വേഷിച്ചിട്ട് കോളേജിൽ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ട് തന്നെ സാറ് റാമിനെ ക്ലാസ്സിലിരുത്തിയില്ല. അവൻ തിരിച്ച് റിസപ്ഷനിൽ വന്ന് അവൻ വാങ്ങിക്കൊണ്ടുവന്ന പൈസ ആനന്ദിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആനന്ദി പറയുന്നത് റിസപ്ഷനിലെ പ്രിന്റർ കേടാണെന്നും തനിക്ക് കുറച്ച് പ്രിന്റുകൾ എടുക്കാനുണ്ടെന്നും റാമിനോട് കൂടെ വരാമോ ഷോപ്പിലേക്കെന്നും ചോദിക്കുകയാണ്. റാമ അവളും കൂടെ ഷോപ്പിലേക്ക് പോയി. ഷോപ്പിൽ എത്തിയതും ആനന്ദി റാം അയ്യപ്പൻ താങ്കരിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന കാശ് എടുത്തിട്ട് ഷോപ്പിലെ ഓണർക്ക് കൊടുത്തു. എന്നിട്ട് പ്രിന്റ് കിട്ടാൻ കുറച്ച് വൈകും എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അപ്പുറത്തുള്ള ഒരു പാർക്കിൽ പോയിരുന്നു. ആ സമയം റാം ആനന്ദിയോട് ചോദിക്കുന്നുണ്ട് ആ കാശ് എന്തിനാണ് അയാൾക്ക് കൊടുത്തതെന്ന്. അപ്പോൾ ആനന്ദി പറയുന്നത് അന്നത്തെ കാറ്ററിംഗ് അയാളുടെ വകയാണെന്നും അതുകൊണ്ടാണ് കാശ്
അയാൾക്ക് കൊടുത്തതെന്നും. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒരു പോലീസുകാരൻ പോയി. അപ്പോൾ ആനന്ദി ഫോൺ എടുത്തിട്ട് അന്തരീക്ഷത്തിന് നല്ല ചൂടുണ്ട്, പ്രിന്റുകൾ ഇന്ന് വേണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് റാമിനോട് തങ്ങൾക്ക് തിരിച്ച് കോളേജിലേക്ക് പോവാ എന്നും പറഞ്ഞു. റാമിനൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും അവർ തിരിച്ചു കോളേജിലേക്ക് പോകുമ്പോൾ അവർ പ്രിന്റ് എടുക്കാൻ കൊടുത്ത ആ ഷോപ്പിന്റെ ഷട്ടർ താഴ്ത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ശനിയാഴ്ച എല്ലാവരും പാർട്ടിയുടെ വീട്ടിൽ ഒത്തുകൂടിയ സമയത്താണ് രേഷ്മയ്ക്ക് സിനിമയിൽ സെലക്ഷൻ കിട്ടിയെന്നും പറഞ്ഞ് ഫോൺ വരുന്നത്. ഒരു സിനിമാ നടിയാവുക എന്നതായിരുന്നു രേഷ്മയുടെ ലക്ഷ്യം. അപ്പോൾ പാർട്ടി അവരോട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയുകയാണ്. എന്തായാലും രേഷ്മ അവളുടെ ലക്ഷ്യം കണ്ടു, ഇനി മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ പറയാൻ പറയുകയാണ്. അപ്പോൾ വെട്രി തനിക്കൊരു ഡയറക്ടർ ആകണമെന്നും റാം തനിക്കൊരു പുസ്തകം എഴുതണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ പാട്ടി ആനന്ദിയോട് ചോദിച്ചു. അപ്പോൾ ആനന്ദി പറയുന്നത് തനിക്ക് പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലെന്നാണ്. പക്ഷേ ഉറുമ്പ് സ്വരൂകൂട്ടി വെക്കുന്നത് പോലെ ഇങ്ങനെ കാശ് ശേഖരിച്ചു വെക്കുന്നതിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇല്ലേന്ന് അവർ ആനന്ദിയോട് ചോദിച്ചെങ്കിലും അവൾക്ക് പ്രത്യേകിച്ചൊരു ലക്ഷ്യം ഇല്ല എന്ന് തന്നെ അവൾ തറപ്പിച്ചു പറഞ്ഞു. പിന്നെ ആരും അവളോടൊന്നും ചോദിക്കാൻ നിന്നില്ല. എന്തായാലും രേഷ്മയ്ക്ക് സിനിമാ നടിയായിട്ട് സെലക്ഷനൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ട് അന്ന് അവരൊരു പാർട്ടി നടത്തുകയും എല്ലാവരും അവിടെ തന്നെ കിടക്കുകയും ചെയ്തു. പതിവ് പോലെ റാമും വെട്രിയുടെ മുറിയിലും രേഷ്മയും ആനന്ദിയും പാർട്ടിയോടൊപ്പമാണ് കിടന്നത്. അന്ന് രാത്രിയിലും രേഷ്മ ഉണർന്നു നോക്കിയപ്പോൾ ആനന്ദിയെ കാണുന്നില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ജനലിന്റെ അരികിൽ പോയി നിന്ന് നോക്കുമ്പോൾ ആനന്ദി ഒരാളെയും കൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വരികയും അയാളുടെ കയ്യിൽ ഒരു പൊതി കാണുകയും ചെയ്തു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ആനന്ദി തന്റെ ഫോണിന്റെ പുറകിലുണ്ടായിരുന്ന ഒരു രഹസ്യ സിം എടുത്തിട്ട് ആരെയോ വിളിക്കുകയും വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സിം ഒരു പഴയ സ്ഥാനത്ത് വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് ആനന്ദി തിരികെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ രേഷ്മ പതിയെ ഇഴഞ്ഞ് അവളുടെ പഴയ സ്ഥാനത്ത് തന്നെ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രേഷ്മ ഉറക്കം എണീക്കുമ്പോഴത്തേക്കും ആനന്ദി അവളുടെ ജോലികൾക്കായി പോയിരുന്നു. ആനന്ദിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പാട്ടിയുടെ കയ്യിൽ നിന്നും ആനന്ദിയുടെ റൂമിന്റെ മറ്റൊരു കീയ് രേഷ്മ വാങ്ങുകയും ആനന്ദിയുടെ മുറി തുറന്നൊന്ന് സെർച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവൾ കാണുന്നത് ആനന്ദിയുടെ മുറിയുടെ ചുമര് നിറച്ചും തൃഷയുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് രേഷ്മയ്ക്ക് മനസ്സിലായത് ആനന്ദി ഒരു തൃഷ ഫാനാണെന്ന്. അവൾ ആ മുറിയൊക്കെ തിരഞ്ഞെങ്കിലും സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും രേഷ്മയ്ക്ക് കിട്ടുന്നില്ല. എന്നാൽ കട്ടിലിന്റെ കിടക്കയിന്റെ അടിയിലെ ഒരു പൂട്ടിയ ലെതറിന്റെ ഡയറി അവൾക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ താക്കോല് അവിടെയൊക്കെ തിരഞ്ഞെങ്കിലും രേഷ്മയ്ക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഡയറി അവിടെ വെച്ചിട്ട് ആനന്ദിയുടെ മുറിയും പൂട്ടിയിട്ട് തിരിച്ചു വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റാം ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അന്ന് ഞായറാഴ്ചയാണല്ലോ. ഫ്ലാറ്റിലേക്ക് പോകാൻ നേരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവൻ മല്ലിയെ കണ്ടു. റാമിന്റെ പേരെഴുതിയ ബെഞ്ചിലാണ് മല്ലി ഉണ്ടായിരുന്നത്. മല്ലി റാമിന്റെ പേരിനോടൊപ്പം അവളുടെ പേരും എഴുതിയിരിക്കുന്നുണ്ട്. മല്ലി പറയുന്നത് റാമിന്റെ പേരിനോടൊപ്പമെങ്കിലും തന്റെ പേര് ചേർന്നിരുന്നോട്ടെ എന്നാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച മല്ലി അവളുടെ സ്വന്തം നാടായ സേലത്തേക്ക് പോവുകയാണ്. പിന്നീട് ഈ നശിച്ച നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് റാമിനോട് പറഞ്ഞു. എന്നിട്ട് മല്ലിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റാമും മല്ലിയും കൂടി വാങ്ങിയിട്ടാണ് റാം ഫ്ലാറ്റിലേക്ക് പോകുന്നത്. വളരെ സന്തോഷത്തിലാണ് പിറ്റേ ദിവസം മല്ലി സേലത്തെത്തുന്നത്. മല്ലി അവിടെ എത്തുമ്പോഴേക്കും ബുള്ളറ്റിന്റെ ഏജന്റായ മണിയും മറ്റു രണ്ടുപേരും അവളെ ബുള്ളറ്റുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മല്ലി മണിയുടെ കാറിലും മറ്റു രണ്ടുപേരും ബുള്ളറ്റുമായിട്ടാണ് അവളുടെ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തിയ മല്ലിക്ക് താൻ പ്രതീക്ഷിച്ച ഒരു സ്വീകരണമായിരുന്നില്ല കിട്ടിയത്. കാളിദാസായി ഓടിപ്പോയി മല്ലിയായിട്ട് തിരിച്ചു വന്ന മല്ലിയെ നാട്ടുകാരെല്ലാവരും പരിഹാസ രൂപേണയാണ് നോക്കിയത്. ഇത് കണ്ടതും അച്ഛനും അനിയനും വല്ലാണ്ട് ദേഷ്യം വരികയും അവളെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരച്ഛനും ഒരിക്കലും ഒരു മകളോട് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെയാണ് അയാൾ ഉപയോഗിക്കുന്നത്. അനിയൻ കവിദാസ് ആണെങ്കിൽ മല്ലി ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിയ ബുള്ളറ്റ് ആണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാണ്ട് ഒരു ഇരുമ്പ് വടിയെടുത്തുകൊണ്ടുവന്ന് ബുള്ളറ്റ് തല്ലി പൊട്ടിക്കുകയാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും മല്ലിയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഏജന്റ് മണിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അവളെയും കൂട്ടിയിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ തല്ലിപ്പൊട്ടിച്ച ബുള്ളറ്റും എടുത്തുകൊണ്ട് പോന്നു. ഈ സമയം കോളേജിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ടീം. ആ സമയം രേഷ്മ തന്റെ അമ്മയെ വിളിക്കാൻ ഫോണിൽ റേഞ്ചില്ല എന്ന് പറഞ്ഞിട്ട് ആനന്ദിയുടെ ഫോൺ മേടിച്ച് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നു. എന്നിട്ട് ആനന്ദി ഫോണിന്റെ പുറകിൽ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യ സിം എടുത്ത് രേഷ്മ തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന വേറൊരു ഫോണിലേക്ക് ഇട്ടിട്ട് ആ സിമ്മിന്റെ നമ്പർ കണ്ടുപിടിച്ചു. അതിനുശേഷം സിം പഴയതുപോലെ ഇട്ടിട്ട് ആനന്ദിക്ക് ആ ഫോൺ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അന്ന് വൈകുന്നേരം രേഷ്മ അവളുടെ ഒരു സുഹൃത്തിന്റെ സഹായത്താൽ ആനന്ദിയുടെ ആ രഹസ്യ സിമ്മിന്റെ നമ്പർ ഉപയോഗിച്ച് ആ സിമ്മിൽ നിന്നും ആർക്കൊക്കെ കോള് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുകയാണ്. ആ സിമ്മിൽ നിന്നും 2 നമ്പറിലേക്കാണ് കോള് പോയിട്ടുള്ളത്. ഒന്ന് സുധാക്കയുടെ നമ്പറിലേക്കും മറ്റൊന്ന് ഒരു വിദേശ നമ്പറിലേക്കും. ആനന്ദിക്ക് എന്തിനാണ് അങ്ങൊരു രഹസ്യ സിം? ആ സിമ്മിൽ നിന്നും ആകെ 2 നമ്പറുകളിലേക്കാണ് അവൾ വിളിച്ചിട്ടുള്ളത്.
ആനന്ദിക്ക് തങ്ങളറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നും ആ രഹസ്യങ്ങൾ എന്തായാലും കണ്ടുപിടിക്കണമെന്നും രേഷ്മ ഉറപ്പിച്ചു. അവൾ വെട്രിയെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് നാളെ കോളേജ് ലീവാക്കണമെന്നും അവർക്ക് രണ്ടുപേർക്കും കൂടി ആനന്ദിയുടെ നാടായ വാണിയമ്പാടിയിലേക്ക് പോകണമെന്നും ഈ കാര്യം റാമു പോലും അറിയരുതെന്നും അവൾ പറഞ്ഞു. പിറ്റേന്ന് കോളേജിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയ റാം കാണുന്നത് തന്റെ പേരെഴുതിയ ബെഞ്ചിലിരിക്കുന്ന മല്ലിയെയാണ്. മല്ലി റാമിനെ കണ്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ബൈക്കിൽ കയറുക എന്നുള്ളത് തൻ്റെ സ്വപ്നമാണെന്നും എല്ലാവരും ബൈക്കിൽ പോകുന്നത് കാണുമ്പോൾ തനിക്ക് കൊതി തോന്നാറുണ്ടെന്നും അനിയന് ബുള്ളറ്റ് കിട്ടിയാൽ അതിൻ്റെ പുറകിൽ കയറി പോകാമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും മല്ലി റാമിനോട് പറഞ്ഞു. മല്ലയോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ റാം ഫ്ലാറ്റിലേക്ക് പോവുകയും ബിനീഷിന്റെ ബുള്ളറ്റ് എടുത്ത് തിരിച്ചു വന്ന് മല്ലിയെ ബുള്ളറ്റിൽ കയറ്റി കോളേജിലേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് മല്ലിയെ റിസപ്ഷനിൽ ഇരുത്തിയിട്ട് ആനന്ദിയും കൂട്ടി പ്രിൻസിപ്പലിന്റെ മുറിയിൽ ചെന്ന് ഭരതനാട്യ കോഴ്സിന് മല്ലിക്കൊരു അഡ്മിഷനും വാങ്ങി. ഭരതനാട്യ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയെന്നറിഞ്ഞപ്പോൾ കുറെ കാലമായി താൻ കൊണ്ടു നടന്ന ഒരു മോഹം സാക്ഷാത്കരിക്കാൻ പോകുകയാണെന്നറിഞ്ഞപ്പോൾ മല്ലിക്കുണ്ടായ സന്തോഷം വളരെ വലുതായിരുന്നു. അതേസമയം രേഷ്മയും വെട്രിയും കൂടി ആനന്ദിയുടെ നാടായ വാണിയമ്പാടിയിലെത്തി. ആനന്ദിയുടെ +2 സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്ന വിദ്യാനന്ദ സ്കൂളിലേക്കാണ് അവർ പോയത്. 2010-12 സമയത്ത് +2-ന് 90% മാർക്കോട് കൂടി പാസ്സായ ആനന്ദിയെ പറ്റി തങ്ങൾക്കൊരു സംശയമുണ്ടെന്നും അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്നും പ്രിൻസിപ്പളായ കനകതിലകം പെരുമാളിനോട് രേഷ്മയും വെട്രിയും പറയുകയാണ്. 2010-12 +2 ബാച്ചിലെ ക്ലാസ് ടീച്ചറായ അമൃത ടീച്ചറെ പ്രിൻസിപ്പൽ വിളിക്കുകയും ആനന്ദിയെ പറ്റി അന്വേഷിക്കാൻ വന്നവരാണ് രേഷ്മയും വെട്രിയും എന്ന് പറയുകയും ചെയ്തു. ആനന്ദി പഠിക്കുന്ന സമയത്ത് അവളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നാണ് രേഷ്മയും വെട്രിയും ടീച്ചറോട് ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ അവൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണല്ലോ. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത്? വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവളിങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് എന്നൊരു സംശയം കിടക്കുന്നത് കൊണ്ടാണ് ടീച്ചറോട് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് ആനന്ദിയുടെ വീട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നോ എന്നും ആനന്ദി ഒരു ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം അവളുടെ അമ്മയുടെ നില വളരെ കഷ്ടപ്പാടിലെന്നുമാണ്. ഇത് കേട്ടതും രേഷ്മയും വെട്രിയും ഒരുപോലെ ഞെട്ടുന്നു. എന്നിട്ട് ആനന്ദിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ആ ഫോട്ടോ കണ്ടപ്പോൾ അമൃത ടീച്ചർ പറയുന്നുണ്ട് ഈ ആനന്ദി അല്ല അവിടെ പഠിച്ചിരുന്ന ആനന്ദി എന്നാണ്. എന്നിട്ട് അവരുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന്റെ രജിസ്റ്റർ നമ്പർ അവർ കമ്പ്യൂട്ടറിലിട്ട് നോക്കിയപ്പോൾ വന്ന സർട്ടിഫിക്കറ്റ് മറ്റൊരു ആനന്ദിയുടേതാണ്. അപ്പോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്ന ആനന്ദിയുടെ പേരിൽ നമ്മുടെ ആനന്ദി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. രേഷ്മ പ്രിൻസിപ്പളിനോട് ആനന്ദി വിളിക്കാറുള്ള സുധാക്കയുടെ കാര്യം പറയുകയാണ്. രേഷ്മ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സുധാക്കയെ പറ്റി ടൗണിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. സുധാക്ക എന്ന പേര് കേട്ടതും പ്രിൻസിപ്പൽ അമൃത ടീച്ചറോടും വെട്രിയോടും രേഷ്മയോടും റൂമിന് പുറത്തേക്കൊന്ന് ഇരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ അമൃത ടീച്ചർ വെട്രിയോടും രേഷ്മയോടുമായിട്ട് പറയുകയാണ്, ഈ സുധ എന്ന് പറയുന്നത് നമ്മൾ പ്രിൻസിപ്പളിന്റെ അനിയത്തിയാണ്. മാത്രവുമല്ല ഈ സുധാക്കയുടെ വീട്ടിലെ വേലക്കാരിയാണ് മരിച്ചുപോയ ആനന്ദിയുടെ അമ്മ. ഈ സുധാക്ക നാട്ടിലെ എല്ലാവർക്കും പേടിയുള്ള ഒരാളാണ്. അവരോ അവരുടെ ആളുകളോ ഇവിടെ എത്തുകയാണെങ്കിൽ വെട്രിയെയും രേഷ്മയും കൊന്നു കളയുമെന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോകാനും അമൃത ടീച്ചർ പറഞ്ഞു. ടീച്ചർ ഇത് പറഞ്ഞതും രേഷ്മയും വെട്രിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ അപ്പോഴേക്കും സുധാക്കയും അവരുടെ ആൾക്കാരും ഇവരെ ചേസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ ചേസിംഗ് ഒക്കെ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഒടുവിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവർ രണ്ടുപേരും കൂടി ട്രെയിനിൽ കയറി പറ്റി. രാത്രി ഏറെ വൈകിട്ടും വെട്രി വീട്ടിലെത്താത്തത് കൊണ്ട് തന്നെ പാട്ടി റാമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. റാം അപ്പോൾ തന്നെ ബിനീഷിന്റെ ബുള്ളറ്റും എടുത്ത് പാട്ടിയുടെ വീട്ടിലെത്തുകയും പാട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് റാമും ആനന്ദിയും കൂടി അവരെ തിരഞ്ഞു നടക്കുകയുമാണ്. ഈ സമയം കത്തിപ്പാറ പാലത്തിനടിയിൽ ഭരതനാട്യ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയ സന്തോഷത്തിൽ മല്ലി ചിലങ്കയൊക്കെ കെട്ടി ഡാൻസ് കളിക്കുകയായിരുന്നു. അവളുടെ സന്തോഷത്തിൽ മറ്റു 12 ഹിജടകളും ചേർന്നു. അപ്പോൾ SI ഫറൂഖ് അവിടെ എത്തുകയും മല്ലിയെ കൂടെ പോരാൻ പറയുകയും ചെയ്തു. മല്ലിക്ക് സുഖമില്ലെന്നും താൻ വരാമെന്നും തിലോത്തമ പറയുന്നുണ്ടെങ്കിലും മല്ലി വന്നാൽ മതി എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി SI ഫറൂഖും ഡ്രൈവർ കതിർവേലും അടുത്തുള്ള ഗോഡൌണിലേക്ക് പോയി. നേരം ഏകദേശം വെളുക്കാറായതുകൊണ്ട് തന്നെ വെട്രിയെയും രേഷ്മയും അന്വേഷിച്ച് നടന്നിരുന്ന റാം ആനന്ദിയെ കൊണ്ട് പാട്ടിയുടെ വീട്ടിലാക്കിയിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. പോകുന്നേരം ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കടയിൽ കയറി അവൻ ചായ കുടിക്കുന്നു. ആ സമയം ഒരാൾ അവിടെ നിന്നും പറയുകയാണ്, അറുവാണികളിൽ ഒരാൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരെ പോലെയല്ല, ഇവളുടെ കാലിൽ ചിലങ്കയൊക്കെ ഉണ്ട്. ഇത് കേട്ടതും റാമിന് ആകെ ഭയമുണ്ടാകുന്നു.
ഗോഡൌണിനടുത്തുള്ള കുപ്പത്തൊട്ടിയിലാണ് ബോഡി ഉണ്ട് എന്നറിഞ്ഞതോടെ റാം അങ്ങോട്ടേക്ക് ഓടി. അവിടെ മല്ലിയുടെ ശരീരം ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടിരിക്കുന്നു. റാമിന്റെയും മല്ലിയുടെ കൂട്ടുകാരികളായ 12 തിരുനങ്കൈകളുടെയും കരച്ചിൽ കേട്ടാണ് അന്ന് ചെന്നൈ നഗരം ഉണർന്നത്. ശരിക്കും ശാലു എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ നമ്മുടെ കോഴിക്കോടും കൊല്ലപ്പെട്ടിരുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അഖിൽ പി ധർമ്മജന്റെ ഈ പുസ്തകത്തിലെ മല്ലി സത്യങ്ങളിലേക്ക് നീളുന്ന പാലമാണ്. രേഷ്മയുടെ അമ്മ റാമിനെ വിളിക്കുകയാണ്. വെട്രിയുടെയും രേഷ്മയുടെയും വണ്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിട്ടിയെന്നും റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അവർ വാണിയമ്പാടിയിലേക്കാണ് പോയിട്ടുള്ളതെന്നും അറിയാൻ കഴിഞ്ഞു എന്നും രേഷ്മയുടെ അമ്മ റാമിനോട് പറഞ്ഞു. വാണിയമ്പാടി എന്ന് കേട്ടതും റാമിന് ആനന്ദിയിൽ സംശയമുണ്ടായി. അപ്പോൾ തന്നെയാണ് ആനന്ദിയുടെ ഒരു കോള് റാമിന് വരുന്നത്. വൈകുന്നേരം ബസന്തനഗർ ബീച്ചിൽ വരണമെന്നും തനിക്ക് കുറച്ച് കാര്യങ്ങൾ റാമിനോട് സംസാരിക്കാനുണ്ടെന്നും അവൾ പറഞ്ഞു. റാം ബീച്ചിലെത്തുമ്പോൾ ആനന്ദി ആരെയോ ഫോൺ വിളിക്കുകയാണ്. അവൾ പറയുന്നത് അന്തരീക്ഷത്തിന് നല്ല തണുപ്പാണ്. ഇതും പറഞ്ഞിട്ട് അവൾ ഫോണ് കട്ട് ചെയ്തു. ഈ കോഡ് വേർഡ് കേട്ടതും റാമിന് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. കാരണം ഇതുപോലൊരു വാക്ക് അന്ന് ഇവർ പാർക്കിലിരിക്കുന്ന സമയത്ത് ഇവൾ ഉപയോഗിച്ചിരുന്നു. അന്തരീക്ഷത്തിന് നല്ല ചൂടാണ്, പ്രിന്റുകൾ വേണ്ട എന്നുള്ളത്. ആനന്ദി എന്തിനാണ് ഈ കോഡ് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതെന്നും രേഷ്മയെയും വെട്രിയെയും അവൾ എന്താണ് ചെയ്തതെന്നും ദേഷ്യത്തോടു കൂടി തന്നെ റാം ആനന്ദിയോട് ചോദിക്കുകയാണ്. അതേസമയം അവിടേക്കൊരു ബോട്ട് വരികയും ആ ബോട്ടിൽ നിന്നും രേഷ്മയും വെട്രിയും ഇറങ്ങി വരികയുമാണ്. വെട്രിയും രേഷ്മയും വന്നിട്ട് അവർ ആനന്ദിയുടെ നാട്ടിൽ ചെന്നപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ റാമിനോട് പറഞ്ഞു. ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച തങ്ങളെ സുധാക്കയും അവരുടെ ഗുണ്ടാ സംഘവും പിടിച്ചെന്നും ഒടുവിൽ ആനന്ദി വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചപ്പോഴാണ് തങ്ങളെ ജീവനോടെ വിട്ടതെന്നും രേഷ്മയും വെട്രിയും റാമിനോട് പറഞ്ഞു. ഈ സമയം തന്നെ സംശയത്തോടെ വീക്ഷിക്കുന്ന റാമിനോടും വെട്രിയോടും രേഷ്മയോടും ആനന്ദി തന്റെ കഥ പറയാൻ തുടങ്ങി. ആനന്ദി ശ്രീലങ്കക്കാരിയാണ്. അവൾക്ക് അച്ഛനും അമ്മയും തന്നെക്കാൾ 8 വയസ്സിന് ഇളയ ഒരു അനിയനും ഉണ്ടായിരുന്നു. ശ്രീലങ്കൻ തമിഴർക്കെതിരെ യുദ്ധം നടക്കുന്ന സമയത്തായിരുന്നു ആനന്ദി ജനിക്കുന്നത്. ശ്രീലങ്കൻ തമിഴർക്ക് വേണ്ടി ആയുധമേന്തിയ വേലുപ്പിള്ള പ്രഭാകരനെയും അവിടെ നടന്ന യുദ്ധങ്ങളുടെയും ഭീകരത അങ്ങനെ തന്നെ അഖിൽ പി ധർമ്മജൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആനന്ദിക്ക് 14ഉം അനിയൻ രാജയ്ക്ക് 6 വയസ്സും ഉണ്ടായിരുന്ന സമയത്ത് കുറെ സിംഹള യുവാക്കൾ തങ്ങളെ ആക്രമിച്ചു. ആനന്ദിയെയും അമ്മയെയും അവർ ക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു. പ്രായപൂർത്തിയായാത്ത മകളെയും ഭാര്യയെയും സ്വന്തം കൺമുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുന്നത് കണ്ട ആനന്ദിയുടെ അച്ഛൻ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. ഈ ബഹളത്തിനിടയിൽ അനിയൻ രാജ എങ്ങോട്ടോ ഓടിപ്പോയി. ദുഷ്ടരായ സിംഹള യുവാക്കൾ ആനന്ദിയുടെ അമ്മയുടെ യോനിയിൽ ഒരു തോക്ക് തിരികെ വെച്ച് വെടിവെച്ച് അവരെ കൊന്നുകളഞ്ഞു. ആനന്ദി ഇത് പറയുമ്പോൾ റാമിന് അവളുടെ മുഖത്തേക്ക് നോക്കാനേ ആയില്ല. വെട്രിയും രേഷ്മയും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആനന്ദി ബാക്കി കഥ തുടർന്നു. ബോധം തെളിയുമ്പോൾ ആനന്ദി തമിഴ് പുലികളുടെ സംരക്ഷണത്തിലായിരുന്നു. അവർ ഒരു ബോട്ടിൽ കയറ്റി അവളെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇന്ത്യയിലേക്ക് എത്തിയ ആനന്ദിയെ സുധാമയും ഡോക്ടർ രാമചന്ദ്രനും ചേർന്ന് ചികിത്സിച്ച് ഭേദമാക്കി. മാത്രവുമല്ല, ഡോക്ടർ രാമചന്ദ്രൻ ചില കളരിമുറകളൊക്കെ അവൾക്ക് പഠിപ്പിച്ചും കൊടുത്തു. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് തന്റെ അനിയൻ രാജ ശ്രീലങ്കയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ആനന്ദി അറിയുന്നത്. അവൾ അപ്പോൾ തന്നെ ശ്രീലങ്കയിലേക്ക് പോകാൻ പുറപ്പെട്ടു. പക്ഷേ യാത്ര പോകാൻ തുടങ്ങും നേരമാണ് വേലുപ്പിള്ള പ്രഭാകരനെയും സംഘത്തെയും ശ്രീലങ്കൻ പോലീസ് പിടിക്കുന്നതും വധിക്കുന്നതും. ഇതറിഞ്ഞ സുധാമ അവൾ ശ്രീലങ്കയിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവൾ പഠിച്ചതൊക്കെ സുധാമയുടെ സംരക്ഷണത്തിലായിരുന്നു. ശ്രീലങ്കയിൽ നിന്നും ഒളിച്ചോടി ഇന്ത്യയിലേക്ക് എത്തിയ എല്ലാവരെയും തിരുപ്പൂരിൽ സുധാമ സംരക്ഷിച്ചു. അപ്പോഴാണ് റാമിന്റെ ഫോണിലേക്ക് രേഷ്മയുടെ അമ്മയുടെ കോൾ വരുന്നത്. ആനന്ദിയുടെ വീട് വാണിയമ്പാടിയിലായതുകൊണ്ട് തന്നെ രേഷ്മയുടെയും വെട്രിയുടെയും മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ആനന്ദിയെ സംശയമുണ്ടെന്ന് അവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. ഇതറിഞ്ഞതും ആനന്ദി വെട്രിയോടും രേഷ്മയോടും പറയുകയാണ് പോലീസ് തന്നെ അന്വേഷിച്ചു വന്നാൽ അത് പ്രശ്നമാകുമെന്നും അതുകൊണ്ട് തന്നെ വെട്രിയും രേഷ്മയും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനും. വെട്രി രേഷ്മയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ അവരുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ തുടർന്ന് രേഷ്മ അവളുടെ അമ്മയെയും കുടുംബത്തെയും ഉപേക്ഷിച്ചിട്ട് വെട്രിയോടൊപ്പം പോവുകയാണ്. ഈ സമയം മഴയായതുകൊണ്ട് തന്നെ ഒരു കടയുടെ മുന്നിൽ കയറി നിന്ന ആനന്ദിയോട് റാം ചോദിക്കുകയാണ് തന്നെ ഇഷ്ടമാണോ എന്ന്. ഈ സമയം ആനന്ദി റാമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന രേഷ്മയും വെട്രിയും ഇവരെ വിളിക്കുകയും 4 പേരും കൂടി ചേർന്ന് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയും ചെയ്തു. ഈ സമയം ആനന്ദിയുടെ കോളേജിലെ പ്രിൻസിപ്പൽ ആനന്ദിയെ വിളിക്കുകയും SI ഫറൂഖ് കോളേജിൽ വിളിച്ചിരുന്നു എന്നും ആനന്ദിയെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ SI ഫറൂഖ് ആനന്ദിയെ വിളിക്കുകയാണ്. ഈ പോലീസിനൊക്കെ ആനന്ദിയെ സംശയമുണ്ടാവാൻ കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് ID പ്രൂഫുകൾ ഉണ്ടല്ലേ, ആധാർ,
ഐഡന്റിറ്റി, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെ പലതും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്തും ആനന്ദി കോളേജിൽ പ്രൂഫായിട്ട് കൊടുക്കുന്നത് അവളുടെ +2 സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് സംശയം ഉണ്ടാകുന്നത്. അയാൾ വിളിച്ചിട്ട് ആനന്ദിയോട് ആധാറിന്റെയും ID-യുടെയും പ്രൂഫൊക്കെ ആയിട്ട് അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുകയാണ്. ആനന്ദിയുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് അതൊന്നും ഇല്ല എന്നുള്ള കാര്യം SIക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ അയാൾ ഒരു ഓഫർ വയ്ക്കുകയാണ്. ഈ പ്രൂഫൊന്നും ഇല്ലെങ്കിൽ ഒരു ഡീലിലെത്താം. ഡീല് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗോഡൌണിലേക്ക് ചെല്ലാൻ പറയുകയാണ്. അവൾ ആ ഡീലിന് സമ്മതിച്ചു. റാമും വെട്രിയും രേഷ്മയും കുറെ അവളോട് പോകരുതെന്ന് പറഞ്ഞെങ്കിലും അവൾ അതൊന്നും കേട്ടില്ല. അവൾ പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം മറ്റൊന്നുമില്ല, SI ഫറൂഖ് ആണല്ലോ അവിടെ വരിക. ഒരാളെയൊക്കെ അടിച്ചിടാൻ മാത്രമുള്ള കളരി വിദ്യകളൊക്കെ അവൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ലൂണ സ്കൂട്ടർ എടുത്തിട്ട് ധൈര്യമായിട്ട് അവൾ ഗോഡൌണിലേക്ക് പോകുന്നത്. അവൾ പോയെങ്കിലും വെട്രിയും രേഷ്മയും റാമും കൂടി അവളെ പിന്തുടരുന്നുണ്ട്. ഈ സമയം കത്തിപ്പാറ പാലത്തിന്റെ അടിയിൽ ഇരിക്കുകയായിരുന്ന നമ്മുടെ തിരുനങ്കൈകൾ SI ഫാറൂഖിന്റെ ജീപ്പ് പോകുന്നത് കണ്ടു. സാധാരണ അയാൾ വന്നിട്ട് ഇവരെയാണ് വിളിക്കാറ്. ഇവരെ വിളിക്കാതെ പോകുന്നത് കണ്ടപ്പോൾ വേറൊരു ഇര കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഇവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ ഈ പോക്ക് ഇന്നത്തോടെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവര് അവരുടെ സാരി വീട്ടിന്റെ അടുത്തുള്ള ഓടയിലുള്ള ചെളിയൊക്കെ മേത്തൊക്കെ വാരി പൂശിയിട്ട് ഗോഡൌണിലേക്ക് പോവുകയാണ്. ആനന്ദി ഗോഡൌണിലേക്ക് പോകുന്നതിന് മുമ്പ് റാമിനോടും വെട്രിയോടും രേഷ്മയോടും ഒരു കാര്യം പറയുകയാണ്. തന്റെ ബാക്കി കഥ താൻ ഒരു ഡയറിയിൽ എഴുതി പാട്ടിയുടെ പത്മിനി കാറിൽ വെച്ചിട്ടുണ്ടെന്നും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അതെടുത്ത് വായിച്ചാൽ തന്നെ പറ്റിയിട്ടുള്ള ബാക്കി കഥ അറിയാമെന്നും. ഇതേ സമയം പാട്ടിക്ക് കാറിൽ നിന്നും ആ ഡയറി കിട്ടുകയും പാട്ടി അത് വായിക്കുകയുമാണ്. ആനന്ദി തിരുപ്പൂരിൽ സുധാക്കയുടെ സംരക്ഷണത്തിലായിരുന്ന സമയത്ത് അവൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരുന്നുണ്ട്. അപ്പോൾ അവൾ ഇന്റർനെറ്റിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. യുദ്ധസമയത്തിൽ ബോട്ടിൽ രക്ഷപ്പെടുന്നവർ എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ. ഫോട്ടോഗ്രാഫറായ അമൃതദാസാണ് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ യുദ്ധത്തിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ രാജയും ഉണ്ടായിരുന്നു. അവൾ ഉടൻ തന്നെ അമൃതദാസിന്റെ ഇമെയിൽ ID-യിൽ അയാളുമായി ബന്ധപ്പെട്ടു. ബോട്ടിലുണ്ടായിരുന്ന രാജയെ അയാൾ തിരിച്ചറിഞ്ഞു. രാത്രി സമയങ്ങളിൽ നക്ഷത്രങ്ങളെ നോക്കി ഇരിക്കാറുള്ള ആ ബാലനെ അയാൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. കാരണം ആ ബോട്ടിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അമൃതദാസും കുടുംബവും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലേക്കായിരുന്നു ആ ബോട്ട് പോയിരുന്നത്. രാജയെ എങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ആനന്ദി അമൃതദാസിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം താൻ എങ്ങനെയാണ് രാജയെ തിരിച്ചറിയുക എന്നും അമൃതദാസ് ആനന്ദിയോട് ചോദിച്ചു. അമൃതദാസ് ആനന്ദിക്ക് ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ വർഷവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും രഹസ്യമായി ബോട്ടുകളിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്താറുണ്ട്. അങ്ങനെ അടുത്ത വർഷം ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ബോട്ടിൽ ആനന്ദിക്ക് വരാൻ സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. അതിനായി 5 ലക്ഷം രൂപ വേണം. ആ രൂപ സമ്പാദിക്കാൻ വേണ്ടിയാണ് ആനന്ദി ചെന്നൈയിലെത്തിയത്. കഷ്ടപ്പെട്ടത്. ആനന്ദി രഹസ്യ സിമ്മിൽ നിന്നും വിളിക്കാറുള്ള വിദേശ നമ്പർ അമൃതദാസിന്റേതായിരുന്നു. സുധാക്കയും കൂട്ടരും ആനന്ദിയോട് പോകരുതെന്ന് ഉപദേശിച്ചെങ്കിലും രാജയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ പോകാൻ തന്നെ തീരുമാനിച്ചു. ചെന്നൈയിലെത്തിയാൽ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി ആനന്ദിക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് സുധാമ തന്റെ വീട്ടിലെ ജോലിക്കാരിയുടെ മരിച്ചുപോയ മകളുടെ പേരിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ആനന്ദിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ശരിക്കും നമ്മുടെ ആനന്ദിയുടെ പേര് ആനന്ദി എന്നല്ല. ആ പേര് അവൾ ഒരിക്കൽ റാമിനോട് വെളിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും റാം അത് വേണ്ട എന്ന് അവളോട് പറഞ്ഞു. ഡയറി വായിച്ചു കഴിഞ്ഞതും പാട്ടി തന്റെ ശബ്ദമൊക്കെ മാറ്റിവെച്ച് പത്മിനി കാറുമെടുത്ത് റാമിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് പുറപ്പെട്ടു. ഇതേ സമയം ഗോഡൌണിൽ ആനന്ദിയെ ഉപദ്രവിക്കാൻ നിന്ന SI ഫറൂഖിന്റെയും കതിർവീരിന്റെയും അടുത്തേക്ക് തിരുനങ്കൈകൾ എത്തുകയും അവരെ ഇവർ അടിച്ച് ശരിയാക്കുകയുമാണ്. അപ്പോൾ ഇരുട്ടിൽ പതുങ്ങിയിരിക്കുകയായിരുന്ന റാമും വെട്രിയും രേഷ്മയും എത്തി ആനന്ദിയെ കൂട്ടിക്കൊണ്ടുപോയി. റാം തിരുനങ്കൈകളെ നോക്കി. താൻ ചെയ്യാനിരുന്നതാണ് അവർ തനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. തിരിച്ചു പാട്ടിയുടെ വീട്ടിലെത്തിയ ശേഷം ആനന്ദിയുടെ ഡയറി വായിച്ചപ്പോൾ വെട്രി ആനന്ദിയോട് പറയുന്നുണ്ട് ഓസ്ട്രേലിയയിലേക്ക് തങ്ങൾ രാജയെ അന്വേഷിച്ച് പൊയ്ക്കൊള്ളാമെന്ന്. പക്ഷെ ആനന്ദി അത് കേൾക്കുന്നില്ല. ഇത്രയും വർഷങ്ങൾക്കു ശേഷം തന്റെ അനിയനെ തനിക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ എന്നും അതുകൊണ്ട് താൻ തന്നെ പൊയ്ക്കൊള്ളാമെന്നും പറഞ്ഞു. പിന്നീട് 2 ദിവസങ്ങളിലുള്ള അവരുടെ വിശേഷങ്ങളും റാമും ആനന്ദിയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫീലിങ്സോടുകൂടി തന്നെയാണ് അഖിൽ പി ധർമ്മജൻ എഴുതിയിട്ടുള്ളത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പേട്ട സിനിമയുടെ ഫാൻ ഷോയിൽ രേഷ്മ തന്റെ കെയർ ഓഫിൽ ഇവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ആനന്ദി കാണുന്നത് ഷോ കാണാൻ തൃഷയും ഉണ്ടായിരുന്നു. ആനന്ദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിയാണല്ലോ തൃഷ. സിനിമ കഴിഞ്ഞിട്ട് തൃഷയോട് സംസാരിച്ച് ഫോട്ടോയും എടുത്തിട്ടാണ് അവർ പിരിയുന്നത്. ഇങ്ങനെ ഒരു സർപ്രൈസ് ആനന്ദിക്ക് കൊടുത്തത് കൊണ്ട് തന്നെ അവൾ രേഷ്മയെ കെട്ടിപ്പിടിച്ച് കുറെ നന്ദി പറയുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, കരയുന്നുണ്ട്.
കേരളത്തിലെ മുനമ്പം ബീച്ചിൽ നിന്നാണ് ആനന്ദിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട ബോട്ടുള്ളത്. അവർ പത്മിനി കാറിലാണ് മുനമ്പം ബീച്ചിലേക്ക് പോയത്. വെട്രിയാണ് വണ്ടി ഓടിച്ചത്. പാട്ടി മുൻസീറ്റിലിരുന്നു. പുറകിൽ രേഷ്മയും ആനന്ദിയും റാമും. ആനന്ദിയുടെയും റാമിന്റെയും വിരഹവേദന അഖിലിന്റെ വരികളിൽ നമുക്ക് കാണാം. ആനന്ദി റാമിന്റെ തോളിൽ ചാരി കിടന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടും എന്നേക്കുമായി റാമിനെ വിട്ട് താൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും റാം തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ റാം ഒരു കഥ പറഞ്ഞു. പണ്ട് തന്റെ വീട്ടിൽ കരിമീൻ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് താൻ പഠിച്ചൊരു പാഠമുണ്ട്. കരിമീനിന് ജീവിതത്തിൽ ഒറ്റ ഇണയെ ഉണ്ടാവുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് തനിക്ക്. ആനന്ദിയല്ലാതെ മറ്റൊരു പെണ്ണ് തന്റെ ജീവിതത്തിലില്ല. റാം ഇത് പറയുന്ന സമയം ആനന്ദി അവന്റെ കൈ മുറുകെ പിടിച്ചു. അവര് മുനമ്പം ബീച്ചിലെത്തിച്ചേർന്നു. എന്നിട്ട് ആനന്ദി എല്ലാവരോടും യാത്ര പറഞ്ഞു. ആ യാത്ര പറയുന്ന സീനൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വിഷമം ഇങ്ങനെ നമുക്ക് ഭയങ്കര വിഷമാവും. അങ്ങനെയാണ് അഖിൽ പി ധർമ്മജൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. പോകാൻ നേരം റാം ആനന്ദിയോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ആനന്ദി എപ്പോഴെങ്കിലും തന്നെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന്. അതിന് മറുപടിയായിട്ട് ആനന്ദി തൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന താഴിട്ട് പൂട്ടിയ ഒരു ഡയറിയും അതിൻ്റെ താക്കോലും റാമിനെ ഏൽപ്പിക്കുകയാണ്. ഈ ഡയറിയാണ് അന്ന് രേഷ്മ ആനന്ദിയുടെ മുറി പരിശോധിച്ചപ്പോൾ കട്ടിലിന്റെ അടിയിൽ നിന്നും കിട്ടിയത്. വീട്ടിൽ ചെന്നതിന് ശേഷം മാത്രമേ ഡയറി വായിക്കാവുള്ളൂ എന്നും ആനന്ദി റാമിനോട് പറയുകയാണ്. എന്നിട്ട് അവൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി തൻ്റെ ഏജന്റിന്റെ അടുത്തേക്ക് പോയി. അവൾ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പാട്ടിയും ടീമും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. വെളുപ്പിനായിരുന്നു ആനന്ദിയുടെ ബോട്ട്. എങ്ങാനും ആനന്ദിയുടെ മനസ്സ് മാറി തങ്ങളെ തിരിച്ചു വിളിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ മുറിയെടുത്ത് താമസിക്കുന്നത്. 4 പേരും വെളുപ്പിന് തന്നെ ബീച്ചിലെത്തി. കൃത്യം 5 മണിയായപ്പോൾ ദേമാത എന്ന് പറയുന്ന ഒരു മത്സ്യബന്ധന ബോട്ടിൽ ആനന്ദിയുടെ മഞ്ഞ ബാഗ് അവർ കണ്ടു. ടാർപോളിനിട്ടിയ മൂടിയ നിലയിലായിരുന്നു ആ ബോട്ടിൽ ആനന്ദി ഉൾപ്പെടെ എല്ലാവരെയും അവർ കടത്തിയത്. ആ ബോട്ട് ദൂരേക്ക് മറയുന്നതും നോക്കി അവർ 4 പേരും നിന്നു. മറ്റേതു ബന്ധത്തിനേക്കാളും വലുതാണല്ലോ രക്തബന്ധം. വീട്ടിലെത്തി രേഷ്മയുടെ സഹായത്തോടു കൂടി റാം ആനന്ദിയുടെ ഡയറി വായിച്ചു. അതിന്റെ ആദ്യ പേജിൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന് കുറെ പ്രാവശ്യം എഴുതിയിരിക്കുന്നു. പിന്നീട് അവൻ ഓരോ ദിവസവും കോളേജിൽ എത്തിയതും അവനിട്ട ഡ്രസ്സുകളും അവൻ ഓരോ ദിവസവും കോളേജിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളതും എല്ലാം അവൾ അതിൽ എഴുതിയിട്ടുണ്ട്. മാത്രവുമല്ല തങ്ങളുടെ വിവാഹ ജീവിതവും ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ തൃഷ എന്ന് പേരിടണം എന്നൊക്കെ അവൾ എഴുതിയിരിക്കുന്നു. ഓരോ പേജും വായിക്കുമ്പോഴും ഉള്ളുനേറിയ കരച്ചിൽ അവന്റെ മനസ്സു തകർത്ത് പുറത്തേക്ക് വന്നു. പിന്നീട് ആനന്ദി പോയതിനു ശേഷം 1 വർഷം കഴിഞ്ഞ് മുനമ്പം ബീച്ചിലിരുന്ന് ആനന്ദിയുടെ ഡയറിയിൽ ആനന്ദിയോട് സംസാരിക്കുന്ന രീതിയിൽ എഴുതുന്ന റാമിനെയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ട ആനന്ദി എന്ന് പറഞ്ഞിട്ടാണ് റാം എഴുതാൻ തുടങ്ങുന്നത്. അവൻ എല്ലാ വിശേഷങ്ങളും ആ ഡയറിയിൽ എഴുതി. രേഷ്മ വലിയ നടിയായതും വെട്രി തൻ്റെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതും റാം കെയർ ഓഫ് ആനന്ദി എന്ന ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകം താൻ എഴുതിയതും തിരുനങ്കൈകളെ പാട്ടി വീട്ടിലേക്ക് കൂട്ടിയിട്ടുകൊണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ആനന്ദി സ്വീറ്റ്സ് എന്നൊരു സംരംഭം തുടങ്ങിയതും എല്ലാം റാം എഴുതി. റാമും ആനന്ദിയും പോകാറുള്ള വഴികളിലൊക്കെ തങ്ങൾ ചെന്നിരിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ റാം ഇടയ്ക്കിടയ്ക്ക് പോയി ഇരിക്കാറുണ്ടെന്നും തങ്ങളുടെ ഓർമ്മകൾ ആസ്വദിക്കാറുണ്ട് എന്നും അവൻ വേദനയോടുകൂടി തന്നെ ആ ഡയറിയിൽ എഴുതി. ഡയറി എഴുതി കഴിഞ്ഞ് ഡയറി ബാഗിലിട്ടതിനു ശേഷം മുനമ്പം ബീച്ചിൽ നിന്നും റോഡ് ലക്ഷ്യമാക്കി അവൻ നടന്നകന്നു. ആനന്ദി പോയി 2 ദിവസത്തിനുള്ളിൽ ദേമാത എന്ന മത്സ്യബന്ധന ബോട്ടിൽ മനുഷ്യക്കടത്ത് നടന്നിരുന്നു എന്നുള്ള വാർത്ത കേരള കൗമുദി പത്രത്തിലുണ്ടായിരുന്നു. ജനുവരി 12 പുലർച്ചെ മുനമ്പം ഹാർബറിൽ നിന്ന് ദേമാത എന്ന മത്സ്യബന്ധന ബോട്ടിലായിരുന്നു മനുഷ്യക്കടത്ത് നടന്നത്. ശ്രീലങ്കൻ അഭയാർത്ഥികളും തമിഴ് വംശരും തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിലെ അംബേദ്കർ കോളനിയിലുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു മനുഷ്യക്കടത്ത് സംഘം പ്രവർത്തിച്ചത്. മാല്യങ്കര കടവിൽ ഇവർ ഉപേക്ഷിച്ച ബാഗുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് മനുഷ്യക്കടത്തിലേക്കുള്ള സൂചന ലഭിച്ചത്. കണ്ടെത്തിയ ബാഗുകളിൽ സിംഹള ഭാഷയിൽ എഴുതിയ 2 പേരുടെ ജനന സർട്ടിഫിക്കറ്റും ലഭിച്ചിരുന്നു. മത്സ്യബന്ധന ബോട്ടിൽ കയറാനാകാതെ തിരികെ പോകേണ്ടി വന്നയാളെ ഡൽഹിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. അങ്ങനെ അഖിൽ പി ധർമ്മജന്റെ മനോഹരമായ റാം കെയർ ഓഫ് ആനന്ദി എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോഴും ആനന്ദിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ദുരൂഹമായി തന്നെ തുടരുകയാണ്. റാം ആനന്ദിയെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും അവൾ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. എല്ലാവരുടെയും മനസ്സിൽ വേദന നിറച്ച് റാമും ആനന്ദിയും നിലനിൽക്കുന്നു.
ഈ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്രീ അഖിൽ പി ധർമ്മജന്റെ കഥ തന്നെയാണോ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ളതെന്ന്. അങ്ങനെ തോന്നാൻ ചില കാരണങ്ങളും ഉണ്ട്. കാരണം കഥയിലെ ഹീറോയായ റാമും നമ്മുടെ എഴുത്തുകാരനായ അഖിൽ പി ധർമ്മജനും ആലപ്പുഴക്കാരനാണ്. രണ്ടുപേരും താടിക്കാരാണ്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോവൽ എഴുതുക എന്നുള്ളത് രണ്ടുപേരുടെ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് അവർ ചെന്നൈയിൽ വന്ന് താമസിക്കുന്നുമുണ്ട്. പിന്നെ പാട്ടി മാത്രവുമല്ല, അഖിൽ വന്ന് താമസിക്കുന്നത് റാം താമസിച്ചതുപോലെ കൂട്ടുകാരന്റെ ഏട്ടന്റെ ഫ്ലാറ്റിലാണ്. ഇങ്ങനെ പല കാരണങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംശയം പറഞ്ഞത്. അഖിൽ ഈ വീഡിയോ കാണുകയൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. എന്നാലും പ്രിയപ്പെട്ട അഖിൽ, ഈ കഥ എഴുതാൻ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിലെ ഓരോ വരികളിൽ നിന്നും വ്യക്തമാണ്. ഈ കഥ വായിക്കുന്നവരുടെ മനസ്സിൽ എന്നും അതിൻ്റെ ഓർമ്മകൾ ഉണ്ടാകും. ഇതുപോലെയുള്ള നല്ല കഥകൾ ഇനിയും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ശ്രീ അഖിൽ പി ധർമ്മജൻ ഈ നോവൽ എഴുതിയിരിക്കുന്നതിൻ്റെ 100% പോലും ആഴത്തിൽ ഈ കഥ പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നറിയാം. കഥ പറയാനുള്ള സൗകര്യത്തിന് പല ഭാഗവും മിക്സ് ചെയ്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഖിൽ ഉൾപ്പെടെ എല്ലാവരും ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.